ഒരു സ്ഥലത്ത് ഇലാഹി സ്പർശം ഇല്ലെങ്കിൽ അവിടെ പൈശാചിക സ്പർശം ഉണ്ടാവും. നിരീശ്വരവാദം മുഴുവനും പൈശാചിക ആശയങ്ങളാണ്. എന്നാൽ അവർ പിശാചിനെയും നിഷേധിക്കും, നിരീശ്വരവാദികൾ. അപ്പോഴും അത് പൈശാചികതയാണ്. എന്തുകൊണ്ട്? പിശാചിനെ സംബന്ധിച്ചിടത്തോളം പിശാച് ഉണ്ട് എന്നൊരാൾ വിശ്വസിക്കണമെന്ന് പിശാചിന് ഒരു ഉദ്ദേശ്യവുമില്ല. ദൈവം ഇല്ല എന്ന് ജനം വിശ്വസിച്ചാൽ മതി. പിശാചിനെ സംബന്ധിച്ചിടത്തോളം പിശാച് ഉണ്ട് എന്ന് വിശ്വസിക്കേണ്ട ഒരു നിർബന്ധ ബുദ്ധിയും ആർക്കില്ല, പിശാചിന്റെ. ചില ആളുകൾ പറയില്ല, എന്ത് എനിക്ക് ശൈത്താനെ വിശ്വാസമല്ല, എനിക്ക് പഠിച്ചോനെ വിശ്വാസമല്ല. അതും എന്താണ്? പിശാചി. അപ്പൊ നമ്മൾ വലിയ പുരോഗമനവാദി വിചാരിക്കും, ഭയങ്കര പഞ്ചന. എനിക്ക് പഠിച്ചോനെ വിശ്വാസമല്ല, പിശാചിന് വിശ്വാസമില്ല, കള്ളനാ, ഇവന്റെ ആൾ പിശാച. എന്തുകൊണ്ട്? പിശാചിനെ സംബന്ധിച്ചിടത്തോളം പിശാചിനെ വിശ്വസിക്കണം എന്നുള്ള ഒരു നിർബന്ധ ബുദ്ധി ആർക്കില്ല. ഇല്ല. പിശാചിന് ഇത്രയേ ഉള്ളൂ. ആരെ വിശ്വസിക്കരുത്? അതാ വിശ്വസിക്കരുത്. ഇത്രയേ ഉള്ളൂ. ഇസ്ലാം എന്നാൽ സ്രഷ്ടാവിനെ പഠിപ്പിക്കുന്ന മതമാണ്. എന്നാൽ അതോടനുബന്ധിച്ച് ഒരുപാട് നന്മകൾ സൃഷ്ടികൾക്ക് ലഭിക്കും. സൃഷ്ടികൾക്ക് ആവശ്യമായ സകല നന്മയും ഇസ്ലാം നൽകും. എന്നാൽ അടിസ്ഥാനപരമായി ഖുർആനിന്റെ 1-ാമത്തെ വചനം മുതൽ അവസാനത്തെ വചനം വരെ നാം പരിശോധിക്കുമ്പോൾ ഖുർആനിന്റെ ആത്മാവ് എന്നത് സ്രഷ്ടാവിനെ പരിചയപ്പെടുത്തലാണ്. ഈ പരിചയപ്പെടുത്തലിൽ നിന്ന് ഓരോരുത്തർക്കും അവരവരുടെ തോതനുസരിച്ച് ലഭിക്കും. സ്രഷ്ടാവിനെ പരിചയപ്പെടലാണ് ഇസ്ലാം. ആരാധനകൾ അങ്ങനെയാണ്, മന്ത്രങ്ങൾ, ദിക്റുകൾ ഒക്കെ അങ്ങനെയാണ്. സ്രഷ്ടാവിനെ പരിചയപ്പെടുത്തലാണ്. അതാണ് അതിന്റെ പ്രമുഖമായ ലക്ഷ്യം. ഇവിടെ ലാ ഇലാഹ ഇല്ലാഹു യുഹ്യി വ യുമീതു റബ്ബുക്കും റബ്ബു ആബാഇക്കുമുൽ അവ്വലീൻ എന്നതിന്റെ വ്യാഖ്യാനമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. നല്ലപോലെ ചിന്തിക്കണം. നിങ്ങൾ ചിന്തിച്ചാൽ ഇരുന്നാൽ നിങ്ങൾക്ക് ഈ ക്ലാസ് മനസ്സിലാവില്ല. അതായത് മതത്തെക്കുറിച്ച് ലോകത്ത് 2 തരം കാഴ്ചപ്പാടുണ്ട്. ഒന്ന്, മതം എന്നത് ഒരു സാമൂഹിക വ്യവസ്ഥിതിയുടെ ഒരു കൃത്യതയാണ്, ഒരു അടുക്കും ചിട്ടയാണ്. സാമൂഹിക വ്യവസ്ഥിതികളുടെ ഒരു ആത്മീയ ഭാഗമാണ് മതം എന്ന് വിചാരിക്കുന്ന ആളുകളുണ്ട്. അങ്ങനെ ഒരുപാട് മതങ്ങൾ ലോകത്ത് ഉണ്ടായിപ്പോയിട്ടുമുണ്ട്. ഒരു സാമൂഹിക വ്യവസ്ഥിതി, മനുഷ്യൻ എങ്ങനെ ഈ ലോകത്ത് ജീവിക്കണം, മനുഷ്യൻ എങ്ങനെ പ്രവർത്തിക്കണം, അവന്റെ ദൈനംദിന കാര്യങ്ങൾ. ചിലപ്പോൾ അതിൽ മന്ത്രങ്ങളും അടക്കം എല്ലാം വന്നേക്കാം, ആരാധനകളും വന്നേക്കാം. പക്ഷെ ആ മതം സാമൂഹിക വ്യവസ്ഥിതിയുടെ ഒരു ചട്ടക്കൂടി എന്നതിനപ്പുറം ഒന്നുമല്ല. എന്നാൽ യഥാർത്ഥ മതം അങ്ങനെയല്ല, ഇസ്ലാമിന്റെ രീതിയും അങ്ങനെയല്ല. മതം ഒരു സാമൂഹിക വ്യവസ്ഥിതിയുടെ ചട്ടക്കൂടല്ലേ? അതെ, തീർച്ചയായും. പക്ഷെ അത് ഇസ്ലാമിന്റെ മതത്തിന്റെ 1-ാമത്തെ ലാഭമല്ല. മതം സാമൂഹിക വ്യവസ്ഥിതിയാകുമ്പോൾ സൃഷ്ടിയെ മാത്രമാണ് കാണുന്നത്. സൃഷ്ടി എങ്ങനെ ജീവിക്കണം, പോകണം, സൃഷ്ടിയുമായി മാത്രം ബന്ധപ്പെട്ടതാണ്. അത് അപൂർണമാണ്. എന്തുകൊണ്ട്? സ്രഷ്ടാവ് ഇല്ലാതെ സൃഷ്ടിയില്ല, സ്രഷ്ടാവുണ്ട്. സ്രഷ്ടാവ് ഉണ്ടായത് കൊണ്ടും സ്രഷ്ടാവിന്റെ കർമ്മം കൊണ്ടാണ് സൃഷ്ടി ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ സ്രഷ്ടാവിനെ പരിചയപ്പെടാതെ സൃഷ്ടികളുടെ സാമൂഹിക ക്രമങ്ങൾ പറയുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം, വലിയൊരു ഭാഗത്തെയും തൊടാൻ അത്തരം മതങ്ങൾക്ക് കഴിയുകയില്ല. കാരണം മനുഷ്യൻ എന്ന് പറഞ്ഞാൽ കേവലം ഒരു ഫിസിക്കലി ബോഡി മാത്രമല്ല. ഒരിക്കലും നമുക്ക് ഭൗതികമായി വ്യാഖ്യാനിക്കാൻ കഴിയാത്ത ഒരുപാട് ഗുണങ്ങളും ഒരുപാട് പ്രശ്നങ്ങളും ആത്മീയമായി മനുഷ്യനുണ്ട്. അതിനെ ടച്ച് ചെയ്താൽ മാത്രമേ യഥാർത്ഥ മതമാവൂ. ഉദാഹരണം പറയാം, താവോ മതം ചൈനയിലുണ്ടായിരുന്നു, കൺഫ്യൂഷനിസം ചൈനയിലുണ്ടായിരുന്നു. ആ മതം നാസ്തിക മതങ്ങളാണ്. അതായത് അതിൽ സാമൂഹിക ക്രമം മാത്രമാണ്, ദൈവത്തെ പരിചയപ്പെടുത്തുന്ന മതങ്ങളല്ല. താവോ മതത്തിൽ ദൈവമില്ല, മതമാണ്. ഒരു സാമൂഹിക ക്രമത്തെ അത് കൊണ്ടുവരും. ഈ സാമൂഹിക ക്രമം സാഹചര്യങ്ങൾക്കനുസരിച്ച് മാറ്റുകയും ചെയ്യേണ്ടി വരും. എന്തുകൊണ്ട്? മനുഷ്യനുണ്ടാക്കിയതാണ്. അതിന് അതിൻ്റെതായ ഒരു സാമൂഹിക ക്രമേ ഉള്ളൂ. മനുഷ്യന്റെ കാഴ്ചപ്പാട്, രീതികളൊക്കെ അത്രേ ഉള്ളൂ. ഉദാഹരണം പറയാം, ഇന്ന് വരെ മനുഷ്യൻ പരിചയപ്പെടാത്ത ചില രീതികൾ വളരെ അടുത്ത കാലഘട്ടത്തിൽ മനുഷ്യനെ ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. ഒരു 10-20 കൊല്ലത്തിന്റെ ഉള്ളിൽ ഇന്ന് വരെയുള്ള മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് പരിചയമില്ലാത്ത വിഷയങ്ങൾ, പരിചയമില്ലാത്ത ഭാഗങ്ങൾ,
ചിലപ്പോൾ അത് പ്രശ്നങ്ങളാകാം, ചിലപ്പോൾ പുതിയ പുതിയ ഒരു 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 ചില കാര്യങ്ങളുടെ രംഗപ്രവേശമാകാം. അതിനൊന്നും ഒരു സാമൂഹിക ക്രമം എന്ന മതങ്ങൾക്ക് ഒരു പരിഹാരം ഉണ്ടാക്കാൻ കഴിയില്ല, കാഴ്ചപ്പാടുമില്ല. എന്തുകൊണ്ട്? അതാത് സൊസൈറ്റിക്ക് ആവശ്യമായ കാര്യങ്ങൾ മാത്രമാണ് ആ മതങ്ങൾ ചെയ്തിട്ടുള്ളത്. താവോയിസവും കൺഫ്യൂഷൻസും ഒക്കെ അത് മതങ്ങളാണ്. അതിൽ ഒരു കാലഘട്ടത്തിന്റെ മനുഷ്യന്റെ കാഴ്ചപ്പാട് അനുസരിച്ചുള്ള രീതികളാണ്. ഇവിടെ വലിയൊരു പ്രശ്നം എന്താ സംഭവിക്കാന്ന് വെച്ചാൽ, ഈ മതങ്ങൾ മുഴുവനും പൈശാചിക മതങ്ങളാണ്. ഒരു സ്ഥലത്ത് ഇലാഹി സ്പർശം ഇല്ലെങ്കിൽ അവിടെ പൈശാചിക സ്പർശം ഉണ്ടാവും. നിരീശ്വരവാദം മുഴുവനും പൈശാചിക ആശയങ്ങളാണ്. എന്നാൽ അവർ പിശാചിനെയും നിഷേധിക്കും, നിരീശ്വരവാദികൾ. അപ്പോഴും അത് പൈശാചികതയാണ്. എന്തുകൊണ്ട്? പിശാചിനെ സംബന്ധിച്ചിടത്തോളം പിശാച് ഉണ്ട് എന്നൊരാൾ വിശ്വസിക്കണമെന്ന് പിശാചിന് ഒരു ഉദ്ദേശ്യവുമില്ല. ദൈവം ഇല്ല എന്ന് ജനം വിശ്വസിച്ചാൽ മതി. പിശാചിനെ സംബന്ധിച്ചിടത്തോളം പിശാച് ഉണ്ട് എന്ന് വിശ്വസിക്കേണ്ട ഒരു നിർബന്ധ ബുദ്ധിയും ആർക്കില്ല, പിശാചില്ല. ചില ആളുകൾ പറയില്ല, എന്ത് എനിക്ക് ചെയ്താലും വിശ്വാസിച്ചല്ല, എനിക്ക് പഠിച്ചോളം വിശ്വാസമില്ല. അതും എന്താണ്? പിശാചി. അപ്പൊ നമ്മൾ വലിയ പുരോഗമനവാദി വിചാരിക്കും, ഭയങ്കര പഞ്ചന. എനിക്ക് പഠിച്ചോളം വിശ്വാസമില്ല, പിശാചിന് വിശ്വാസമില്ല, കള്ളനാ, ഇവന്റെ ആൾ പിശാച. എന്തുകൊണ്ട്? പിശാചിനെ സംബന്ധിച്ചിടത്തോളം പിശാചിനെ വിശ്വസിക്കണം എന്നുള്ള ഒരു നിർബന്ധ ബുദ്ധി ആർക്കില്ല. ഇല്ല. പിശാചിന് ഇത്രയേ ഉള്ളൂ, ആരും വിശ്വസിക്കരുത്, അതാണ് വിശ്വസിക്കുക, ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ വിശ്വസിക്കുക. ആ നിലക്ക് നോക്കിയാൽ ലോകത്തെ ഒരുപാട് സിദ്ധാന്തങ്ങൾ പൈശാചിക. കമ്മ്യൂണിസം ഒരു പൈശാചിക മതമാണ്. ഇപ്പോൾ താവോയിസയും സത്തെയും കൺഫ്യൂഷൻസത്തെയൊക്കെ നമ്മളൊരു മതമായി പരിഗണിക്കുമ്പോൾ ഒരു മതം തന്നെയാണ്. എന്തും കമ്മ്യൂണിസം ഒരു മതമാണ്. കമ്മ്യൂണിസം ഒരു മതമാണ്. ഈ ലോകത്ത് ജീവിക്കാൻ ആവശ്യമായ കാര്യങ്ങളെ ക്രമപ്പെടുത്തുമ്പോൾ അതിൻ്റെ പിന്നിൽ അതൊരിക്കലും പൂർണ്ണമാവില്ല. ഇസ്ലാമിൻ്റെ ഒരു കാഴ്ചപ്പാട് എന്ന് പറഞ്ഞാൽ, ഇസ്ലാം മനുഷ്യനെ പരിചയപ്പെടുത്തുന്നത്, ഉദാഹരണം പുണ്യ റസൂൽ നബിയെ നമ്മൾ പരിചയപ്പെടുന്ന ഒരു സാമൂഹിക ക്രമം രൂപപ്പെടുത്തി തന്ന ആൾ എന്ന നിലയല്ല. പിന്നെ ആര് എന്ന നില? റസൂൽ എന്ന നിലയില്ല. റസൂൽ എന്നൊരാൾ ഒറ്റക്കുണ്ടാവില്ല, മുർസിലുണ്ടാകണം. എന്താ റസൂൽ എന്ന വാക്കിനർത്ഥം? അയക്കപ്പെട്ട ആൾ. അപ്പോൾ ആര് വേണം? അയച്ചാൾ വേണം. നമുക്കൊരു സാമൂഹിക ക്രമം രൂപപ്പെടുത്തി തന്ന മഹാനായ നേതാവല്ല മുഹമ്മദ് മുസ്തഫ. മുഹമ്മദ് മുസ്തഫ റസൂല. ഈ റസൂലാകുന്നതോട് കൂടെ തന്നെ അതോടുകൂടെ എന്തായി? ഒന്നും ഇയാളുടേതല്ല. കാരണം ഇയാളാരാ? റസൂൽ. റസൂൽ എന്ന് പറഞ്ഞാൽ തന്നെ അർത്ഥം എന്താ? സ്വന്തത്തിൻ്റെതല്ല, സ്വന്തമായി ഒന്നുമില്ല. ഇന്നഹു ലഖൗലു റസൂലിൻ കരീം. സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വഴി കൊടുത്തത്. ജിബ്രീലിനെയും പറഞ്ഞയച്ചത്, ജിബ്രീലിനെയും അലൈഹിസ്സലാത്തു വസ്സലാം പരിചയപ്പെടുത്തിയത് ആരായിട്ടാണ്? റസൂല. ഇന്നഹു ലഖൗലു റസൂലിൻ കരീം ദീ ഖുവ്വ ഇൻദ ദിൽ അർശി മകീൻ മുതാഇൻ തമ്മ അമീൻ വമാ സ്വാഹിബുകും ബിമജ്നൂൻ ولقد رآه بالأفق المبين وما هو على الغيب بضنين. ഇത് വളരെ മാന്യനായ ഒരു ദൂതൻ വഴി അയച്ച വാക്കുകളാണ്. ഇന്നഹു ലഖൗലു റസൂലിൻ കരീം. ഇതൊരു മാന്യനായ ദൂതൻ വഴി കൊടുത്തയച്ച വാക്കുകളാണ്. അപ്പോൾ സാമൂഹിക ക്രമം അല്ലത്, ഇതൊരാൾ അയച്ചതാണ്. നമുക്കത് സാമൂഹിക ക്രമമായി ഭവിക്കും. പക്ഷേ ഇതിന്റെ പിന്നിൽ ആരുണ്ട്? ഒരാളുണ്ട്. അയാൾ ആരാ? അല്ലാഹ്. മുത്തുനബി റസൂല, ജിബ്രീലും റസൂല. അപ്പോൾ റസൂലിൻ്റെതാവുമ്പോൾ വിഷയം എന്താണെന്ന് വെച്ചാൽ, റസൂലിൻ്റെതാണെന്ന് വന്നാൽ അയാളുടേതൊന്നും അല്ല എന്നാണ്. അയാൾക്കതിൽ ഒന്നുമില്ല. കാൾ മാക്സ് റസൂലല്ല, താവോ റസൂലല്ല, കൺഫ്യൂഷൻസ് റസൂലല്ല. അവരൊക്കെ ചില സാമൂഹിക ക്രമങ്ങളെ രൂപപ്പെടുത്തിയവരാ. അതിന്റെ ഗുണം ദോഷം അവർക്ക് തന്നെയാണ്. അതിനപ്പുറത്തേക്ക് അതിനൊന്നും യാതൊരു അടിത്തറയും ഇല്ല. ഈ സൂറത്തിൽ ഇപ്പൊ എത്ര വട്ടം അള്ളാഹിനെ പറ്റി പറഞ്ഞു? നിങ്ങൾ ഈ സൂറത്ത് തുടങ്ങിയിട്ടേ ഉള്ളൂ. എത്ര വട്ടം അള്ളാഹിനെ പറ്റി പറഞ്ഞു? ഇനിയിപ്പോ എത്ര പറയുമ്പോൾ
അള്ളാഹ് ഒരാളാണ് താനും. അള്ളാഹ് 100 ഉണ്ടോ 1000 ഉണ്ടോ? ഇല്ല. ഒരാളെ പറ്റിയാ പറഞ്ഞത്. ബിസ്മില്ലാഹിർ റഹ്മാൻ തുടങ്ങിയതാ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ആദ്യത്തെ വാക്കിൽ ആ ആളെ പറ്റി മുന്നോട്ട് പറഞ്ഞു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഈ ആയത്തിൽ ഒരു ബാ ആണ് മാറ്റി വെച്ചാൽ ബാക്കിയൊക്കെ ആൾ തന്നെ. ഇസ്മ അവൻ്റെതാണ്. അള്ളാഹ് അത് ഇസ്മാണ്. റഹ്മാനും അവനാണ്, റഹീമും അവനാണ്. നീ അവസാനത്തെ സൂറത്തിലേക്ക് എത്തുക. ഖുൽ അഊദു ബിറബ്ബിന്നാസ്, അതും അവൻ തന്നെയാണ്. മലിക്കിനാസ്, അതും അവൻ തന്നെയാണ്. ഇലാഹിന്നാസ്, അതും അവൻ തന്നെയാണ്. ഇതിന്റെ മുകളിലെ സൂറത്ത് ഖുൽ അഊദു ബിൽ ഫലഖ, അതും അവൻ തന്നെയാണ്. അതിന്റെ മുകളിലെ സൂറത്ത് ഖുൽ ഹുവല്ലാഹു അഹദ, അതും അവൻ തന്നെയാണ്. അല്ലാഹു സമദ്, അതും അവൻ തന്നെയാണ്. ലം യലിദ്, അതും അവൻ തന്നെയാണ്. വലം യൂലദ്, അതും അവൻ തന്നെയാണ്. വലം യകുൽ ലഹു കുഫുവൻ അഹദ്, അതും അവൻ തന്നെയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഫാത്തിഹയിൽ നിന്ന് തുടങ്ങിയതാ. ഖുൽ യാ റബ്ബിനെ അവസാനിച്ചു. എത്ര വട്ടം പറഞ്ഞു? എത്ര വട്ടം പറഞ്ഞ്? 114 സൂറത്തുകളും 6000 ചില ആയത്തുകളും ആണെങ്കിലും 10,000, 20,000, 60,000 വട്ടമല്ല ആരെ പറ്റി പറഞ്ഞത്? അല്ലാഹ്. അതിനിടയിൽ നമ്മൾ സാമൂഹിക ക്രമങ്ങൾ വായിച്ചെടുക്കും. അപ്പൊ കേവലം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ഗൗരവമായ കാര്യം എന്താണ്? കേവലം സാമൂഹിക ക്രമങ്ങളെ രൂപപ്പെടുത്താൻ വേണ്ടി വന്ന ആളല്ല മുഹമ്മദ് മുസ്തഫ. സാമൂഹിക ക്രമങ്ങളെ കേവലം അതിനു വേണ്ടി മാത്രം വന്ന ആളല്ല മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിനുവേണ്ടി വന്ന ഗ്രന്ഥം അത് മാത്രവുമല്ല ഇസ്ലാം. അതല്ല അതിന്റെ മർമ്മം. അതതിന്റെ മർമ്മമല്ല. ഈ ചെരുവിലേക്ക് നോക്കുമ്പോൾ നല്ല വെളിച്ചുണ്ട്. 2-3 മണിക്കൂർ മുമ്പ് ഈ ചെരുവിൽ വെളിച്ചുണ്ടായിരുന്നില്ല. അതിന്റെ അപ്പുറത്ത് കാണുന്ന ഇലകളിൽ വെളിച്ചുണ്ട്. അതിനപ്പുറത്ത് കാണുന്ന മരത്തിന് വെളിച്ചുണ്ട്. അതിനപ്പുറത്ത് കാണുന്ന പുൽമേട്ടിൽ വെളിച്ചുണ്ട്. അതിനപ്പുറത്ത് കാണുന്ന റോട്ടിൽ വെളിച്ചുണ്ട്. അതിനപ്പുറത്ത് കാണുന്ന ആശുപത്രിയുടെ ഭിത്തികളിൽ വെളിച്ചുണ്ട്. ഒക്കെ എല്ലാത്തിലും വെളിച്ചുണ്ട്. ഈ വെളിച്ചങ്ങളെ കുറിച്ച് മാത്രം നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ നമ്മൾക്ക് ഈ വെളിച്ചങ്ങളെ കുറിച്ച് മാത്രം നമ്മൾ കൗതുകപ്പെട്ടു. അതിന്റെ സ്രോതസ് കണ്ടെത്താത്ത കാലത്തോളം ബഹുമുഖമായ ഈ വെളിച്ചത്തിൽ നമ്മൾ സ്തബ്ധരാവും, നമ്മൾ അത്ഭുതപ്പെടും. നമുക്കൊരു എത്തും പിടിയും കിട്ടുകയുമില്ല. അതേ സമയത്ത് സൂര്യൻ എന്നൊരാളെ നമ്മൾ കണ്ടാൽ പിന്നെ ഈ വെളിച്ചൊന്നും നമ്മൾ കണ്ടാലും കണ്ടില്ലെങ്കിലും അത് അയാളെ സാന്നിധ്യമാണ്. പിന്നെ അത് എളുപ്പമുണ്ട്. ഒന്നിനെ കുറിച്ച് പഠിച്ചാൽ മതി. അതാരാ? സൂര്യനാണ്. ഈ ചെരുവിൽ എങ്ങനെ വെളിച്ചം വന്നു, ഈ ഇലയിൽ എങ്ങനെ വെളിച്ചം വന്നു എന്നൊക്കെയുള്ള ധാരാളം കോടാനക്കോടി പഠനങ്ങൾ വേണ്ടി വരുന്നതിനേക്കാൾ പകരം എന്ത് പഠിച്ചാൽ മതി? ആ സൂര്യൻ എന്നൊരാളുടെ തുലുവോൾ, ആ ആൾ ചക്രവാളത്തിന് പുറത്തേക്ക് വന്നിരിക്കുന്നു എന്ന് പഠിച്ചതോടുകൂടെ ഈ ഭൗമമണ്ഡലം സകലം വെളിച്ചമായിട്ടുണ്ട് എന്ന അറിവാ. അതാണ് അള്ളാഹുവിനെ പറ്റിയുള്ള അറിവ്. ഇതിന്റെ എല്ലാത്തിന്റെയും അടിസ്ഥാനമാണ് ആര്? അല്ലാഹ്. അത് പഠിപ്പിക്കാണ് ഖുർആൻ ചെയ്തത്. ഖുർആനെ പോലെ ഇങ്ങനെ ചെയ്ത ഒരു വേദഗ്രന്ഥവും ലോകത്തില്ല. അള്ളാഹു അതിന്റെ ഇസ്സത്ത് നിലനിർത്തിയിട്ടുണ്ട്. അതെല്ലാം പഠിപ്പിച്ചു. പക്ഷെ അത് ഏറ്റവും പഠിപ്പിച്ചത് അള്ളാഹുവിനെ പറ്റിയാണ്. അവന്റെ സാന്നിധ്യത്തെ നാം അറിയുന്നതോടുകൂടെ നമ്മുടെ ഉള്ളിലുള്ള ഒരു അടിസ്ഥാനം ഉണരും. അതെന്താണ് ആ അടിസ്ഥാനം? നമ്മളെ പരിശുദ്ധ ഖുർആനാണെങ്കിലും പുണ്യ റസൂലാണെങ്കിലും അള്ളാഹുവിനെ പരിചയപ്പെടുത്തി. ഈ അള്ളാഹുവിനെ പരിചയപ്പെടുത്തുന്നതോടുകൂടെ നമ്മുടെ ഉള്ളിലുള്ള ഒരു കാര്യം ഉണരും. എന്താ? പിന്നെ ഒന്നും പഠിക്കേണ്ടതും വരില്ല. അതിന്റെ അവന്റെ ഉള്ളിൽ നിശ്ചയ സന്നിവേശിപ്പിച്ചിട്ടുണ്ട്. ഫുജൂറഹ, എങ്ങനെ അവന്റെ ആത്മാവ് മലിനപ്പെടുമെന്നു, വതഖ്വാഹ, എങ്ങനെ അവന്റെ ആത്മാവ് ഭയഭക്തിയിൽ അണ്ടുപോകുമെന്നും, അവന്റെ ആത്മാവ് എങ്ങനെ അശുദ്ധമാകുമെന്നും അവന്റെ ആത്മാവ് എങ്ങനെ ശുദ്ധമാകുമെന്നും അവന്റെ ഉള്ളിൽ തന്നെ സന്നിവേശിപ്പിച്ചിട്ടുണ്ട്. സന്നിവേശിപ്പിക്കാത്തല്ല പ്രശ്നം, ബോധമില്ലാത്തതാ. ആരെ പറ്റി? അല്ലാഹ്. അപ്പൊ ഒരാൾ കിതാബൊന്നും പഠിച്ചില്ല, ആരെ അറിഞ്ഞു? നിയമത്തിൽ ജീവിക്കും. ഒരാൾ സാമൂഹിക ക്രമങ്ങളെ വ്യഭിചരിക്കാൻ പാടില്ല, കള്ളുടിക്കാൻ പാടില്ല ഒക്കെ പഠിച്ചു, സാമൂഹിക ക്രമങ്ങളൊക്കെ പഠിച്ചു. ആരെ അറിഞ്ഞില്ല? അവന് വ്യഭിചരിക്കാൻ ഒരു പ്രശ്നം ഉണ്ടാവില്ല, അവന് കള്ളുടിക്കാൻ ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഒരാൾ നിയമം ഒന്നും പഠിച്ചില്ല, ആരെ പഠിച്ചു? അള്ളാഹനെ പഠിച്ചാൽ ഒരു തെറ്റും ചെയ്യില്ല. ചില കാര്യങ്ങൾ പ്രത്യക്ഷത്തിൽ തെറ്റാവൂല, എന്നാലും അതൊരു മ്ലേച്ഛമായ കാര്യമാണെന്ന് അവന്റെ മനസ്സ് തോന്നിയാൽ അവനൊരു പണ്ഡിതനോട് ചോദിക്കാതെ അത് പ്രവർത്തിക്കൂല. ഉദാഹരണം പറയാം, ചില
സർവീസുകളിൽ നിന്ന് കിട്ടുന്ന പൈസയെ കുറിച്ച് പലപ്പോഴായി എന്നോട് തന്നെ പല ഉസ്താദന്മാരോടും ആളുകൾ ചോദിക്കും, ഉസ്താദേ ഇങ്ങനെ പൈസ ഉണ്ട്, അതെടുക്കാൻ പറ്റുമില്ലേ? ഒരാൾ സർക്കാർ സർവീസിലാണ്. ആ സർക്കാർ സർവീസിൽ നിന്ന് അയാൾക്ക് പിരിഞ്ഞു പോകുമ്പോൾ കിട്ടുന്ന ഒരു പൈസ, അതിനെപ്പറ്റി പലപ്പോഴും ചോദിക്കും, ഉസ്താദേ ഇങ്ങനെ പൈസ ഉണ്ട്, എന്താ ചെയ്യാൻ പറ്റുമോ? ഈ ഒരാഴ്ച എന്നോട് ഒരാൾ ചോദിച്ചിട്ടുണ്ട്, PSC പരീക്ഷയ്ക്ക് ലിസ്റ്റിൽ പിന്നെ വന്നിട്ടുണ്ട്, ഞാൻ അതിന് ആപ്ലിക്കേഷൻ കൊടുക്കാൻ പോവാണ്, അങ്ങനെ സർക്കാർ ജോലി പിന്നെ ചെയ്യുന്നത് കൊണ്ട് വിരോധം വല്ലതുണ്ടോ? എന്താ ഞാൻ ചോദിച്ചു, സർക്കാർ ജോലി ചെയ്യുന്നതിൽ എന്ത് വിരോധമാണ്? അല്ല, അപ്പം പിന്നെയും പറഞ്ഞു, സർക്കാരിന് പിന്നെ കള്ളിൻ്റെയും പലിശയുടെയും ഒക്കെ ലാഭവും സർക്കാരിൻ്റെ കയ്യിലില്ലേ? ഇതൊരു സാധാരണ മനുഷ്യൻ ചോദിക്കുക നമ്മളോട്. അയാൾക്ക് ഇത്ത ബോധിയിട്ടുണ്ടോ? ഇല്ല. പിന്നെ എന്തുകൊണ്ട് അയാൾ ചോദിച്ചു? അള്ളാഹ് ബോർഡുണ്ട്, പരിസരത്ത് മുഴുവനും ആളുകൾ സർക്കാർ ജോലിക്ക് ഓടുന്നു പോകുന്ന അയാൾ കാണുന്നുണ്ട്. അത് അധിഷ്ഠിതമായ വ്യവസ്ഥയിലാണ് അയാൾ ജീവിക്കുന്നത്. എന്നിട്ടും അയാൾക്ക് സർക്കാർ ജോലി പേടിയാ. അതേ സമയത്ത് എന്തുകൊണ്ട് അയാളിൽ എന്തുണ്ട്? അള്ളാഹു എന്ന ഒരു, അത് അള്ളാഹിൻ്റെതല്ല, അള്ളാഹു എന്ന ഒരു ബോധമുണ്ട്. അതുകൊണ്ട് അയാൾ പരീക്ഷ പോട്ടെ, അയാൾ എന്തുപോലും പേടിയാണ് അയാൾക്ക്. സർക്കാർ ശുഭത്ത്, സർക്കാരിന്റെ ജോലി പോലും അയാൾക്ക് പേടിയാണ്. എന്നാൽ സാമൂഹിക ക്രമങ്ങളെ ഒരാൾ പഠിച്ചു, സാമൂഹിക ക്രമങ്ങളെ പഠിച്ചു. നേരെ മറിച്ച് അയാൾക്ക് ദൈവബോധം ഉണ്ടായില്ല. എങ്കിലോ ഞാൻ നേരത്തെ പറഞ്ഞ ഈ ആദ്യം പറഞ്ഞ ആൾക്ക് വിവരമില്ല, പക്ഷെ ബോധമുണ്ട്. രണ്ടാമത്തെ ആൾക്ക് വിവരമുണ്ട്, പക്ഷെ എന്തില്ല? ഇലാഹിനെ പറ്റി ബോധമില്ല. അയാൾ എന്തു ചെയ്യും? അതുകൊണ്ടാണ് ഖുർആൻ എന്ന ഈ വേദഗ്രന്ഥത്തിന്റെ വലിയ മഹത്തായ പ്രത്യേകത. ഖുർആൻ അള്ളാഹുവിനെ പരിചയപ്പെടുത്തുന്ന ലോകത്ത് തുല്യതയില്ലാത്തൊരു ഗ്രന്ഥമാണ്. സ്രഷ്ടാവിന് ഇതിന് പകരം ഒരു ഗ്രന്ഥവും ഇന്ന് ലോകത്തില്ല. ഇതിന് പകരം ഒരു ഗ്രന്ഥം ലോകത്തിലില്ല. അങ്ങനെ വരുമ്പോൾ ഒരു പ്രശ്നം കൂടിയുണ്ട്. അത്തരം വ്യവസ്ഥിതികളിൽ നിന്ന് വരുന്ന കാര്യത്തെ നമ്മൾ വളരെ പേടിച്ചേ സ്വീകരിക്കാൻ പാടുള്ളൂ. എന്തുകൊണ്ട്? ആ വ്യവസ്ഥിതിയിൽ പൈശാചികത ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഉദാഹരണം, ഇന്നലെ ഒരാൾ എനിക്ക് മെസ്സേജ് അയച്ചു, പ്രാണിക് ഹീലിങ്ങിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കണം. പ്രാണിക് ഹീലിംഗ് കേട്ടിട്ടില്ലേ? വലിയൊരു വിഷയം പറയാനുള്ളതാണ്. ഞാൻ ഒറ്റ വാക്കുകൊണ്ട് പറയാണ്, ഇപ്പൊ പിന്നെ ഞാൻ വിശദമായി പറയേണ്ടത്. ഒരാൾ എന്നോട് ചോദിച്ചു, പ്രാണിക് ഹീലിങ്ങിനെ കുറിച്ച് നിങ്ങളുടെ വീക്ഷണം എന്താണ്? ചില പണ്ഡിത വേഷധാരികൾ ഞങ്ങളുടെ അടുത്ത് ക്ലാസ് എടുത്തു, മുസ്ലിം പണ്ഡിതന്മാരും ഉണ്ട്. അവർ പറയുന്നുണ്ട് പ്രാണിക് ഹീലിംഗ് വളരെ നല്ല ഒരു മാധ്യമമാണ്, അതുകൊണ്ട് വിലായത്തിന്റെ പദവിയിൽ വരെ എത്താൻ കഴിയും. വലിയ ആള് പ്രാണിക് ഹീലിംഗ് എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേകമായ ശാസ്ത്രശാഖയാണ്. ചൈനയിൽ നിന്നും ടിബറ്റിൽ നിന്നും ജപ്പാനിൽ നിന്നും ഒക്കെ വരുന്ന ഒരു ശാസ്ത്രശാഖയാണ് എന്ത്? പ്രാണിക് ഹീലിംഗ്. അതിൽ ഫിസിക്കലി ടച്ചിനേക്കാൾ സ്പിരിച്വലി ടച്ചാണ്. അതായത് നിങ്ങളുടെ രോഗം എൻ്റെ മനഃശക്തി കൊണ്ട് ഞാൻ മാറ്റും, ഞങ്ങളിൽ കൈവക്കും, എന്നിട്ട് കുറഞ്ഞ നേരം കഴിഞ്ഞിട്ട് നിങ്ങളെ രോഗം മാറ്റും, കൈവച്ച് രോഗം മാറ്റും. അതെൻ്റെ ആത്മാവിന്റെ ശക്തിയാണ്. പിന്നെ വിശുദ്ധമായി നിങ്ങൾക്ക് പറഞ്ഞു തരാം. അപ്പൊ ഞാൻ അതിൻ്റെ ഒരു ഭാഗം പറഞ്ഞു തരാം. പ്രാണിക് ഹീലിംഗ് എന്ന് പറഞ്ഞാൽ അക്യുപഞ്ചറിനെ പോലെ വേറൊരു ശാസ്ത്രമാണ്. പക്ഷേ അക്യുപഞ്ചറിലും പ്രാണിക് ഹീലിംഗിലുള്ള വ്യത്യാസം, അക്യുപഞ്ചറിൽ ഫിസിക്കലി ടച്ചിങ് ആണ് കൂടുതലെങ്കിൽ പ്രാണിക് ഹീലിംഗിൽ സ്പിരിച്വലി ടച്ചിങ് ആണ് കൂടുതൽ. അതായത് അക്യുപഞ്ചർ നിങ്ങൾക്ക് എന്ത് ചെയ്യും? സൂചി കുത്തിയിട്ട് രോഗം മാറ്റും. അതിന് ഫിസിക്കലി ബന്ധമുണ്ട്. അതായത് മനുഷ്യന്റെ മർമ്മങ്ങളുണ്ട്. ആ മർമ്മങ്ങളെല്ലാം ഏകദേശം എവിടെ ഉണ്ട്? കൈവെള്ളയിലും കൈവിരലിലും ആയിട്ട് ഉണ്ട്. പഴയ കാലത്തെ വൈദ്യന്മാര് നേരെ കൈയൊന്നും ഇങ്ങനെ പിടിച്ചു നോക്കും, കൈ അമർത്തും പിടിക്കും. ഇതൊക്കെ നല്ല അതായത് എന്ത് മർമ്മ ചികിത്സ കേട്ടിട്ടില്ലേ? പഴയകാല ഇന്ത്യൻ മർമ്മ ചികിത്സയുടെ ഒരു ചൈനീസ് രീതിയാണ് എന്ത്? അക്യുപഞ്ചർ. ആ പ്രഷറാണ് എനിക്കറിയാം. സൂചി കുത്തലാണ് അക്യുപഞ്ചർ. പക്ഷെ അടിസ്ഥാനപരമായി ഇതൊക്കെ ചൈനയിൽ നിന്നാണ് ഇപ്പൊ വരുന്നത്. മർമ്മമൊക്കെ ശരീരത്തിലുണ്ട്. ഇത് ഒരു പരിധിക്കപ്പുറത്തേക്ക് പോകാതെ കൊണ്ട് നടക്കുകയാണെങ്കിൽ അത് ഫിസിക്കലിയാണ്. അതായത് വളരെ കൃത്യമായ ഒരു ഇടപെടലാണത്. അതുകൊണ്ട് തെറ്റില്ല. അതേ സമയത്ത് പ്രാണിക് ഹീലിംഗ് പോലെയുള്ള രീതികൾ അതിൽ ഫിസിക്കലി ഇടപെടലല്ല ഉള്ളത്, സ്പിരിച്വലി ഇടപെടലാണ്. അതായത് ഒരാള് പനിയായി കിടക്കുക, അപ്പോൾ പ്രാണിക് ഹീലിംഗ് ചെയ്യുന്ന ഒരാൾ വന്നു, എന്നിട്ട് എന്ത് ചെയ്തു? അയാൾ കൈവച്ചു, ഇങ്ങനെ കുറച്ചു നേരം ഇരുന്നു, അയാളെ രോഗം മാറി. എൻ്റെ മനഃശക്തി കൊണ്ട് ഞാൻ നിങ്ങളുടെ രോഗം മാറ്റും. ഇത് വളരെ അപകടകരമായ രീതിയാണ്. എന്തുകൊണ്ട്? ഈ മനഃശക്തി എവിടുന്ന് കിട്ടി? ഈ മനഃശക്തി ഈ ഊർജത്തിന്റെ സ്രോതസ് എന്താ? ഈ ഊർജത്തിന് രണ്ടാലൊരു സ്രോതസ് ഉണ്ടാകൂ. ഒന്ന് പഠിച്ചോൻ, അല്ലെങ്കിൽ ശരി.
പടച്ചോനിൽ ചെയ്താലും അല്ല. അതായത് പടച്ചോനിൽ നിന്ന് ഒരാൾക്ക് മനഃശക്തി ഉണ്ടാവണമെങ്കിൽ ഉണ്ടാകേണ്ട ഒരുപാട് ഗുണങ്ങളും അടിത്തറ ഉണ്ട്. ആ അടിത്തറയിൽ ഇയാൾ കയറിയിട്ടേ ഇല്ല. അപ്പോൾ പിന്നെ ഇത് എവിടെ കിട്ടി? പിശാച്. പൈശാചിക ശക്തി കൊണ്ട് പറക്കുന്നവരുണ്ട്, പൈശാചിക ശക്തി കൊണ്ട് മുറിച്ചിട്ട് മുറി കൂട്ടുന്നവരുണ്ട്. പറക്കുന്നവരുണ്ട്, പൈശാചിക ശക്തി കൊണ്ട് പറക്കുന്നവരുണ്ട്, ഇലാഹി ശക്തി കൊണ്ട് പറക്കുന്നവരുണ്ട്. പറക്കുക എന്ന കാര്യത്തിലല്ല ഇവിടെ വിഷയം. ഇതിന്റെ സോഴ്സ് എന്താണ്? പറക്കൽ എന്നത് എന്തുകൊണ്ടുണ്ടാവും? ഒരാൾക്ക് ഇലാഹിയായ ശക്തി നേടിയാൽ, അതായത് ദൈവികമായ ചില കാര്യങ്ങൾ, ചില വിലായത്തിന്റെ അടിത്തറയായ തഖ്വ പോലെയുള്ള കാര്യത്തിലൂടെ ഒരാൾ ഈമാൻ നേടി ഉന്നതമായ ഒരു ആത്മീയ അവസ്ഥയിൽ എത്തിയാൽ അയാൾക്ക് ചിലപ്പോൾ പറക്കാനും കഴിഞ്ഞേക്കാം, വെള്ളത്തിന്റെ മുകളിൽ നടക്കാൻ കഴിഞ്ഞേക്കാം, പറക്കാൻ കഴിഞ്ഞേക്കാം, വെള്ളത്തിന് മുകളിൽ നടക്കാൻ കഴിഞ്ഞേക്കാം. 1000 കിലോമീറ്റർ 2000 കിലോമീറ്റർ ദൂരെയുള്ള ഒരു സാധനത്തെ ഒരു സെക്കൻഡ് കൊണ്ട് എത്തിക്കാനും കഴിഞ്ഞേക്കാം. എന്ത് കഴിവുകൊണ്ട്? ഇലായ കഴിവുകൊണ്ടും. പിന്നെ എന്തുകൊണ്ടും? ഒരു ഇഫ്രീത്ത് ജിന്ന് സുലൈമാൻ നബിയുടെ ദർബാർ യോഗം കൂടിയപ്പോൾ പറഞ്ഞു, ഞാന് സബയിലെ റാണിയുടെ 2000-ലേറെ കിലോമീറ്റർ ദൂരെയുള്ള സബയിലെ റാണിയുടെ സിംഹാസനം കണ്ണു ചിമ്മി തുറക്കുന്നതിന് മുമ്പ് തന്നെ കുത്തിക്കും. ആര് പറഞ്ഞു? ഔലിയ പാപ്പയാണ് പറഞ്ഞ്? അല്ല, ആര് പറഞ്ഞു? ആര് പറഞ്ഞു? ഇഫ്രീത്ത് ശൈത്താനിക കഴിവ്. അള്ളാഹു പിശാചിനെ വഴിപ്പെടുത്തി കൊടുത്ത പിശാച് എന്ത് പറഞ്ഞാലും ഏത് പിശാചും കേൾക്കും. ആര് പറഞ്ഞാൽ? സയ്യിദ് സുലൈമാൻ. അപ്പോൾ ആ ദർബാറിൽ ജിന്നുകള് പിശാചുക്കള് എല്ലാവരും ഉണ്ട്. അവരെയൊക്കെ ലോകത്തെ സർവനാശങ്ങളിൽ നിന്ന് പിടിച്ചു വെച്ചു. ആര്? സയ്യിദുന സുലൈമാൻ. അപ്പോൾ ഇബ്രീത്ത് ജിന്ന് പറയാണ്, ഞാൻ എന്ത് ചെയ്യാം? ഞാൻ ഈ ദർബാറിലേക്ക് സബയിലെ റാണിയുടെ സിംഹാസനം കൊണ്ടുവരാം. അപ്പോൾ ആ സംസാരിക്കുന്നിടത്ത് നിന്ന് ജെറൂസലേമിൽ നിന്ന് സബയിലേക്ക് 2000-ലേറെ കിലോമീറ്റർ ഉണ്ട്. അതെ, എങ്ങനെ ഞാൻ കൊണ്ടുവരാം? കണ്ണ് അടച്ച് തുറക്കുന്നതിന് മുമ്പ് തന്നെ സബയിലെ റാണിയുടെ സിംഹാസനത്തെ ഞാൻ കൊണ്ടുവരാം. ഇത് ഏത് കഴിവാണ്? ഈ കഴിവിനെ നോക്കണ്ട. ഈ കഴിവ് ആർക്കുണ്ട്? പിശാചിനുണ്ടെന്ന് മനസ്സിലായില്ലേ? അപ്പൊ രണ്ടാക്കും കഴിവുണ്ട്, രണ്ടു വഴിയിലും കഴിവുണ്ട്. കഴിവിന്റെ അടിസ്ഥാന സ്രോതസ് ആരെന്നെ? അല്ലാഹ്. ഈ അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുക്കുന്ന ഈ കഴിവ് രണ്ട് രൂപത്തിൽ ഉപയോഗപ്പെടുത്തി. ഒരാൾ അല്ലാഹുവിനെ പൊരുത്തത്തിൽ ഉപയോഗപ്പെടുത്തി വളർന്നു, ഒരാൾ പൊരുത്തക്കേടിൽ ഉപയോഗപ്പെടുത്തി. അതിന് ചില കാര്യകാരണങ്ങളുണ്ടാവും. ഇതിന് കാര്യകാരണം ഉണ്ടാവില്ല. വിലായത്ത് ചെയ്യുന്ന ഒരു കാര്യത്തിന് കാര്യകാരണം ഉണ്ടാവില്ല. എന്നാൽ സഹറത്ത് ചെയ്യുന്ന കാര്യത്തിന് കാര്യകാരണം ഉണ്ടാവും. പ്രത്യക്ഷത്തിൽ വിലായത്ത് പോലെ തോന്നും, എന്നാൽ രണ്ടിന്റെ പ്രവർത്തനം ഒരുപോലെ നടക്കും. ഒരു വലിയന്റെ അടുത്ത് പോയി നിങ്ങൾക്ക് രോഗം മാറ്റുന്നത് പോലെ ആരടുത്ത് പോയാലും രോഗം മാറും? സാഹിറിന്റെ അടുത്ത് പോയാലും രോഗം മാറും. ഈ രണ്ട് കഴിവിന്റെയും ദാതാവ് ആര്? പക്ഷെ രണ്ടാൾക്ക് രണ്ട് തരം മാധ്യമങ്ങളാണ്. ഒരാൾ അള്ളാഹുവിന്റെ പൊരുത്തത്തിലൂടെ നീങ്ങിയപ്പോൾ അള്ളാഹു എല്ലാ കഴിവും ഇയാൾക്ക് കൊടുത്തതാണ്. മറ്റേ ആള് അള്ളാഹ്ക്ക് പൊരുത്തപ്പെടാത്ത ചില ചേരുവകൾ കൂട്ടിയതാണ്. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഈ കഴിവുകളിൽ ആകൃഷ്ടനാവും. ഈ കഴിവുകളിൽ ആകൃഷ്ടനായ മനുഷ്യൻ എന്ത് ചെയ്യുന്നത്? ഈ കഴിവുകളെ വലിയ സംഭവം ആത്മീയമായ ഉത്കർഷതയ്ക്ക് രണ്ടാമൊരു കാരണമുണ്ട്. ഒന്ന് ദൈവികം, അല്ലെങ്കിൽ പൈശാചികം. രണ്ടുണ്ട്. ഇന്നും നടന്നുകൊടുക്കുക. ഇന്ന് പണ്ടത്തെക്കാൾ നടക്കും, ഇന്ന് എന്തിനേക്കാളും നടക്കും. അങ്ങനത്തെ ഒരു കാര്യമാണ്. അപ്പൊ ഇന്ന് ഒരു കാര്യത്തെ നമ്മൾ തൊടുമ്പോൾ 100% ആലോചിക്കണം. ഇന്ന് പ്രത്യേകിച്ചും ഒരു ചികിത്സക്ക് പോകുമ്പോൾ ആലോചിക്കണം, എന്താണത്? കാര്യം നടക്കലല്ല, അതെന്താണ്? അത് പഠിക്കാതെ ആ ചികിത്സക്ക് പോയാൽ ഇവിടെ പ്രശ്നം എന്താ സംഭവിക്കുക? ഈ പ്രാണിക് ഹീലിംഗ് പോലെയുള്ള കാര്യങ്ങളിൽ ഈ വിലായത്തല്ല, അതെന്താണ്? പൈശാചികത. ഇപ്പൊ നമ്മൾ അഭിമുഖമായി, സൂര്യൻ അഭിമുഖമായി രാവിലെ ഇരുന്നു, ആ 3 വിരലിന്റെ ആ പിടുത്തം പിടിച്ച് ഇങ്ങനെ ഇരുന്നാൽ അത് കഴിഞ്ഞ് അങ്ങക്ക് ആ ദിവസം ഭയങ്കര സന്തോഷം തോന്നിയേക്കാം. അതിൻ്റെതായ ചില ചേരുവകളുടെ അടിസ്ഥാനത്തിൽ ചെയ്യുകയാണെങ്കിൽ ഭയങ്കര മനസ്സന്തോഷയിലുണ്ടോ? ഈ സന്തോഷങ്ങൾക്ക് എവിടുന്ന് വന്നു?
നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അത് വെറുതെ വരികയാണ്? അല്ല, ആ സമയത്ത് ചില സ്വാധീനങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ആ സ്വാധീനങ്ങൾ ഇലാഹി അല്ല എന്ന് വന്നാൽ ഇലാഹി അല്ല, പിന്നെ അത് എന്ത് വഴിയായിരിക്കും? പിശാച് വഴി, അതുറപ്പ്. ഇപ്പൊ നബി ഒരു കാര്യം പറഞ്ഞാൽ അത് നമുക്ക് ചെയ്യാം, പ്രത്യക്ഷത്തിൽ അതിൽ നമുക്ക് ഗുണം ബോധ്യപ്പെട്ടിട്ടില്ലെങ്കിൽ പോലും, അതായത് പ്രത്യക്ഷത്തിൽ ഗുണം നമുക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ പോലും ചെയ്യാം. കുറച്ച് സൂചിക്കൊന്നും എടുക്കുക, കുറച്ച് ബാർലി എടുക്കുക, അത് തിളപ്പിച്ച് അത് എങ്ങനെ ഏകദേശം വെന്ത് കഴിയുമ്പോൾ അതിലേക്ക് എന്ത് ചെയ്യാം? ഒരു ലേശം ഉലുവ ഇടുക, ഒരു ലേശം കരിഞ്ജീരകം. ലേശം കരിഞ്ജീരകം വളരെ സൂക്ഷിക്കണം, കരിഞ്ജീരകം ശ്രദ്ധിച്ചുപയോഗിച്ചില്ലെങ്കിൽ കിഡ്നി കളയും. എന്നിട്ട് അത് തിളച്ച് വൃത്തിയായി ഭംഗിയായി അത് തിളച്ച് പൂർത്തിയായി അത് എല്ലാം റാഹത്തായി കഴിഞ്ഞാൽ അതിൽ കുറച്ച് പാലോ തേങ്ങാപ്പാലോ ഒഴിക്കുക, പിന്നെ കുറച്ച് ശുദ്ധമായ തേൻ ഒഴിക്കുക, എന്നിട്ട് വാങ്ങി വെക്കുക. പൂർണ്ണമായും തണുത്ത് കഴിഞ്ഞിട്ട്, അതായത് ചൂട് പൂർണ്ണമായി പോയിട്ട് തേൻ ഒഴിക്കണം. തേന് വിരുദ്ധമായ രീതികളാണ് ഉണ്ടാക്കുക. തേൻ ഒരിക്കലും ചൂടിൽ കഴിക്കരുത്. എന്തിൽ കഴിക്കാവൂ? ഒരു മിതമായ അവസ്ഥ, ഇല്ലെങ്കിൽ നേരെ എതിരായ അവസ്ഥ ഉണ്ടാക്കും ശരീരത്തിൽ. ഇങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ തേൻ ഉപയോഗിക്കേണ്ട നിർബന്ധമല്ല, പക്ഷെ ശുദ്ധമായ തേനുണ്ടെങ്കിൽ ഒന്നും കൂടി റാഹത്താണ്. ഇത് ഉണ്ടാക്കുക, ചൂടാറി കഴിക്കുക. എന്താ നിങ്ങൾക്ക് ഉണ്ടാവുക? ഇതിലൂടെ മനസ്സമാധാനം ഉണ്ടാവും. ഈ ഭക്ഷണത്തിന് തെൽബീന എന്ന് പറയും. ഞാൻ എൻ്റെ വീട്ടിൽ പഠിപ്പിച്ചിട്ടുണ്ട്, സ്ഥിരമായി കഴിക്കാറുണ്ട് തെൽബീന. തെൽബീനയുടെ പ്രൊഡക്റ്റാണ് എന്ത്? അൽ ഫറഹ് വസ്സുറൂർ. തെൽബീന കഴിച്ചാൽ നല്ല മനസ്സന്തോഷം ഉണ്ടാവും. പരിധിക്കനുസരിച്ച് കഴിച്ചാൽ ഭയങ്കര സുഖം ഉണ്ടാവും. ഭർത്താവ് മരിച്ച ഭാര്യമാർ, ദുഃഖകരമായ സാഹചര്യം, ഇദ്ദയിലിരിക്കുന്ന ബുദ്ധിമുട്ട്, ഭർത്താവ് കഴിഞ്ഞ ദിവസം മരിച്ചുപോയി. അപ്പോൾ അവർക്ക് എന്ത് കഴിപ്പിക്കും? തെൽബീന കഴിപ്പിക്കും. തെൽബീന മനസ്സന്തോഷം ഉണ്ടാക്കും. എന്നാല് പറഞ്ഞു പുണ്യ റസൂൽ. നമുക്ക് തെൽബീന മനസ്സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമാണെന്ന് പ്രത്യക്ഷത്തിൽ മനസ്സിലാവണില്ല, പക്ഷേ ഇതൊരു ഇലാഹി ബന്ധമുണ്ട്. ഇത് റസൂൽ പറഞ്ഞതാ. റസൂൽ വേറെ ഒരാളല്ല, അള്ളാന്റെ ദൂതനാണ്. ഇനി വേറൊരാൾ പറഞ്ഞ അയാളിൽ വേറൊരു സ്വാധീനം ഉണ്ടാകുക, അത് പിശാചായിരിക്കും. അതിന് നമുക്ക് ഫിസിക്കലി കാരണങ്ങളെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ അവിടുത്തെ കാരണം പിന്നെ പിശാചായിരിക്കും. ഉത്തരൊക്കെ പറഞ്ഞു കഴിഞ്ഞ് തെൽബീന കഴിച്ചിട്ടില്ലെങ്കിൽ കഴിക്കണം, അതിനെ മൊത്തം അയച്ചുണ്ട് ഇൻഷാ അല്ലാഹ്. എന്നാൽ തെൽബീന ഇതൊക്കെ ഇപ്പൊ ഭൗതിക വസ്തുക്കളല്ലേ? ഇതിന് മനസ്സന്തോഷം ഉണ്ടാക്കുന്നത് ഇതെന്താണെന്ന് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയില്ല. പക്ഷെ ഇതാര് പറഞ്ഞാണ്? റസൂലുള്ളാ മനസ്സന്തോഷം ഉണ്ടാവുന്നുണ്ട്. കാരണം റസൂലുള്ളാ ആരാ? വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യു യൂഹാ. രോഗം, ചില വേദനകള്, ചില കോച്ചില്, കടച്ചില്, ഇതൊക്കെ അധികരിച്ചാൽ നിങ്ങൾ ആ ഭാഗത്ത് കൊമ്പ് വെക്കാൻ റസൂൽ പറഞ്ഞിട്ടുണ്ട്. കൊമ്പ് വെക്കുക. ആ കൊമ്പ് വെച്ചാലോ അത് രോഗശമന മാർഗമാണ്. എന്നാൽ ആധുനിക വൈദ്യശാസ്ത്രം ചിലപ്പോൾ കൊമ്പുവെക്കലിന് എതിരാകാം. ആധുനിക മെഡിക്കൽ സയൻസ് കൊമ്പ് വെക്കലിന്റെ മുഴുവനും നമ്മൾ വിശ്വസിക്കുകയും മനസ്സിലാക്കുകയും ചെയ്ത ആ അളവിൽ ആധുനിക മെഡിക്കൽ സയൻസിന്റെ കയ്യിൽ ഈ വിഷയത്തിൽ വിവരം ഇല്ലാതിരിക്കാം. ചിലപ്പോൾ ആധുനിക മെഡിസിൻ പഠിച്ച അതിന്റെ വലിയ വിശഗ്വരന്മാർ അതിനെ നിഷേധിക്കുകയും ചെയ്തേക്കാം. പക്ഷെ നിനക്കിത് ചെയ്യാം. എന്തുകൊണ്ട്? നീ ഇതിലൊരു ഫിസിക്കലി കാരണമല്ല കാണുന്നത്, പിന്നെ ആരെയാണ്? സുഖാൻ. ഈ ഒരു പുതിയ ശാസ്ത്രശാഖ നമ്മുടെ നാട്ടിൽ വികസിക്കാതിരിക്കാം, പക്ഷെ നമുക്കിത് ചെയ്യണം. എന്തുകൊണ്ട്? നമുക്ക് അതിന്റെ മുഴുവനും യാഥാർത്ഥ്യങ്ങളെ കണ്ടെടുക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും നമുക്കിവിടെ ഒരു ആളുണ്ട്. ആര്? അള്ളാഹുവിന്റെ സന്ദേശം. കാരണം ദൂതനാണെന്ന് പറഞ്ഞത് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി നമ്മൾ നേരെ അപ്പുറത്തേക്ക് പോകാം. ചില കാര്യങ്ങളുടെ ഫിസിക്കലി കാരണങ്ങളെ കണ്ടെത്താൻ നമുക്ക് കഴിയുന്നില്ല, എന്നാൽ അത് ശാസ്ത്രശാഖയായി വിജയിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് പൈശാചികം എന്തുണ്ടോ? പിശാച് മനസ്സമാധാനം തരും. ഉദാഹരണം പറയാം. ടെൻഷൻ കൂടുമ്പോൾ നമ്മുടെ നാട്ടിൽ പൊതുവെ മതബോധമില്ലാത്തവർ ചെയ്യുന്നതാണ് എന്ത്? മദ്യപിക്കും. മദ്യപിച്ചാൽ എന്തുണ്ടാവും? മനുഷ്യൻ മദ്യപിച്ചാൽ ടെൻഷൻ ഇല്ലാതെയാവും. കള്ളുടിച്ചു, എന്തുണ്ടായില്ല? ചില ആളുകൾ പറഞ്ഞു അവന്റെ മകൻ മരിച്ചു, അപ്പോൾ കള്ളുടി തുടങ്ങിയതാണ്. പറയാറുണ്ടോ? അല്ലേ? ഉണ്ട്. ഇന്നലെ എന്നോട് പറഞ്ഞു, എൻ്റെ ചെറുപ്പക്കാരിയായ ഭാര്യ മരിച്ചു. ഞങ്ങൾ വലിയ സന്തോഷത്തിൽ ജീവിക്കുന്ന കാലത്ത് എൻ്റെ ഭാര്യ മരിച്ചു. അത് കഴിഞ്ഞ് എൻ്റെ മോനും മരിച്ചു. ഇപ്പോൾ ഞാൻ ഒടുക്കം ഇറങ്ങാറില്ല, പെരുത്തനത്ത് സുഖമില്ല. ഈ ഇത്തരം സന്ദർഭത്തിൽ അയാൾ പലബോധമുള്ള ആളാണ്, നമ്മൾ കള്ളുടിക്കൂല. ഇത്തരം രംഗത്ത് വേറൊരു എന്ത് ചെയ്യും? മദ്യപിക്കും. മദ്യപിച്ചാൽ അയാൾക്ക്
സമാധാനം ഉണ്ടാവും. മദ്യപാനത്തിന് അടിസ്ഥാനം ആരാ? ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസ്വാബു വൽ അസ്ലാമു റിജ്സും മിൻ അമലി ശൈത്താൻ. അവിടെ മനസ്സമാധാനം ഉണ്ടാക്കിയത് ആരാ? പിശാച്. അപ്പൊ മനസ്സമാധാനം കിട്ടുമ്പോഴത്തിന് അത് ചെയ്യാൻ പോയത്. അതിൽ ഇലാഹിയായ ബന്ധം നടക്കും പോലെ എന്തും നടക്കും. നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് പോയാൽ എന്തുണ്ടാവും? പൈശാചികത മനസ്സമാധാനം തരും. ഇലാഹി മാർഗത്തിൽ മനസ്സമാധാനം ഉണ്ടാകുന്നത് പോലെ പൈശാചിക മാർഗത്തിൽ എന്തുണ്ടാവും? മനസ്സമാധാനം ഉണ്ടാവും. അപ്പോൾ നമുക്ക് കിട്ടുന്ന ലാഭത്തെ അല്ല നമ്മൾ കണക്കാക്കേണ്ടത്, അതിന്റെ ബേസിക് സോഴ്സ് എന്ത്. ഇതറിയാത്തൊരു കാര്യത്തിൽ ഇന്ന് ഇടപെടരുത്. സംശയം ഇടപെടാൻ പാടില്ല. എന്തുകൊണ്ട്? ചതിയ. ഇത് ചതിയ. ഇന്നീ നടന്നുകൊണ്ടിരിക്കണം ഒക്കെ ചതിയ. എല്ലാം ചതിയ. ഓരോന്നിലും ചില സാധനം ഫിസിക്കലി വസ്തുവായിരിക്കും, പക്ഷെ ചതി ഉണ്ടാവും. ചില വസ്തുക്കൾക്ക് പിശാചിനോട് വല്ലാത്ത ബന്ധ. ചില വസ്തുക്കൾക്ക് ഉദാഹരണം പറയാ, പഴയ കാലത്ത് കൂടോത്രക്കാർ ഒഴിഞ്ഞു വാങ്ങിയാൽ പാലയുടെ ചുവട്ടിൽ കൊണ്ടുവെക്കും, അല്ലെങ്കിൽ ആലിന്റെ ചുവട്ട് കൊണ്ടുവെക്കും. എന്ത്? തെങ്ങിന് മറ്റൊക്കെ കുഞ്ഞിച്ചട്ടി മറ്റൊക്കെ ഒഴിഞ്ഞു വാങ്ങി കൊണ്ടുവച്ചു എവിടെ വെച്ചു? പാല. എന്ത്? ഒരു ഭൗതിക വസ്തുവല്ലേ, ഒരു മരമല്ലേ പാല. എന്നിട്ടും എന്റെ ഈ ഒഴിഞ്ഞാക്കിയ കൂടോത്രക്കാർ തെങ്ങിന് മറ്റോ കവുങ്ങിന് മറ്റോ ഒക്കെ പാലിനോട് വെച്ചു. പാലയും പിശാചും തമ്മിൽ വലിയ ബന്ധമുണ്ട്. പാലമ്മൽ കൂടും ആര്? ശൈത്താൻ. പാല മുറിച്ച പിന്നെ ശൈത്താന് കയറി നിൽക്കാൻ സ്ഥലം കിട്ടണം. ഒരാള് നമ്മളെ ഒഴിവാക്കിയിട്ട് ഒഴിവാകണില്ലെങ്കിൽ പഴയ കാലത്ത് പറയുന്ന വാക്കാണ് എന്ത്? ചെന്ന് പോയങ്ങ ഇജണ്ട പാല മുറിച്ച ശൈത്താന്റെ പോലെ. പാല മുറിച്ചുപോയി, പിന്നെ ശൈത്താനൊരു സ്ഥലം കിട്ടാൻ വേണ്ടി കണ്ടതിന് മേലൊക്കെ കയറും. എന്ത്? ശൈത്താൻ. അതുകൊണ്ടാണ് പഴയ കാലത്ത് ഒരു ഉപമയാണ് എന്ത്? ഈ ആരെപ്പോലെ പാല മുറിച്ച ശൈത്താനെ പോലെ നടക്കല്ലേ. അപ്പൊ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കാം, ഒരു മരമാണ് പാല, പക്ഷെ ഈ പാലക്ക് ഭയങ്കര ബന്ധം എന്തിനോട്? പിശാചിനോട്. അതാ ഞാൻ പറഞ്ഞ വസ്തുവാണെങ്കിൽ പോലും ആലോചിക്കണം. ചില വസ്തുക്കൾക്ക് പിശാചിനോട് ഭയങ്കര ബന്ധം, വളരെ ഭയങ്കരാണ്. അത് രണ്ട് ഡയറക്ഷനിൽ ഒരു ഫലം ഉണ്ടാവും. അതായത് ഇങ്ങനെ പോയാലും ഇങ്ങനെ പോയാലും ഫലം ഒന്നുണ്ടാവും പ്രത്യക്ഷത്തിൽ, പക്ഷേ ഒന്ന് ദൈവികവും ഒന്ന് പിശാചികമായിരിക്കും. അതുകൊണ്ട് വളരെ ഇതൊക്കെ തന്നെ ചതിയാണ്. ഇപ്പോ താവോയിസം എന്നൊരു മതം തന്നെ പിശാചിന് ലാഭമാണ്. എന്തുകൊണ്ട്? സാമൂഹിക ക്രമങ്ങൾ മുഴുവനും അതുകൊണ്ട് നടന്നു. എന്തില്ല? അല്ലാഹു സ്രഷ്ടാവിനെ കുറിച്ച് സംസാരമില്ല. അങ്ങനെ വന്നാൽ പിശാച് നേടി. കാരണം എന്തുകൊണ്ട്? ജനങ്ങൾക്ക് ഇതൊരു മതമാണെന്ന് രൂപപ്പെടുത്താൻ കഴിഞ്ഞു. ആരില്ലതാനും ജനം അവിടെ സമാധാനിക്കും. ജനത്തിന് അത്താണി കിട്ടിയാൽ മതി. ചില ഉപകരണങ്ങളുണ്ട്, ആ ഉപകരണങ്ങൾ മനുഷ്യന് ഊർജം വർദ്ധിപ്പിക്കും. അതായത് ശാസ്ത്രീയ ഉപകരണം. ആരേൽപ്പിന്റെ പിന്നിൽ? ശൈത്താൻ. വിശദമായ പഠനം വരുന്നുണ്ട്, ഞാൻ പറഞ്ഞുതരാം. ചില ഉപകരണങ്ങൾ ആ ഉപകരണങ്ങൾ കൊണ്ട് മനുഷ്യൻ എന്തുണ്ടാവും? ശരീരശക്തി വർദ്ധിക്കും, ഭയങ്കര കരുത്തുണ്ടാവും, ധൈര്യം ഉണ്ടാവും. ഇതിന്റെ പിന്നിൽ എന്താ? പിശാച്. ഉദാഹരണം പറയാ, ഇപ്പൊ നമ്മൾ മറ്റേ ഇത് നോക്കുമല്ലോ, പ്രഷർ നോക്കാൻ വേണ്ടി അടിച്ചു നോക്കൂലേ, അങ്ങനെയുള്ള ചില മീറ്ററുകളുണ്ട്. ആ മീറ്റർ ഘടിപ്പിച്ച് ഒരല്പനേരം ഒരു മനുഷ്യനെ ചില പരീക്ഷണം നടത്തിയാൽ ആ മനുഷ്യനെ എന്ത് വർദ്ധിക്കും? ഊർജം വർദ്ധിക്കും, ഭയങ്കരമായിരിക്കും. ഓഫീസിൽ നിന്ന് വരുമ്പോൾ ആ മീറ്റർ ഘടിപ്പിച്ച് വന്ന് വീട്ടിൽ വന്ന് കയറിയാൽ അന്ന് ഭാര്യയുമായി ഉള്ള എല്ലാ കാര്യത്തിലും ഭയങ്കര കരുത്തുണ്ടാവും. അങ്ങനെ ചെയ്യുന്ന ആളുകളുണ്ട്, യൂറോപ്പിലുണ്ട്, അമേരിക്കയിലുണ്ട്. ഈ ഉപകരണത്തോട് കൂടെ ആരുണ്ടാവും? പിശാച്. നിങ്ങൾ ചോദിക്കും എന്ത് ഇങ്ങനെ ഒരു ഉപകരണത്തിൽ അത് പിശാചിന്റെ രീതിയാണ്. ഉപകരണങ്ങളും സൗകര്യങ്ങളും മനുഷ്യനെ പടച്ചോനിലേക്ക് അടുപ്പിക്കുന്നതിനേക്കാൾ കൂടുതൽ പിശാചിലേക്ക് അടുപ്പിക്കുക. പടച്ചോനെ ചിന്തിക്കാതിരിക്കുന്ന പിശാചാണ്. സൗകര്യങ്ങൾ മനുഷ്യനെ പടച്ചവനിലേക്ക് അടുപ്പിക്കുന്ന നമ്മൾ തോന്നുക ഒരിക്കലുമില്ല. സൗകര്യങ്ങൾ മനുഷ്യനെ പടച്ചവനിൽ നിന്ന് നമ്മൾ തോന്നുന്ന സൗകര്യങ്ങളൊക്കെ നമ്മുടെ കയ്യിലല്ലേ, പണം നമ്മുടെ കയ്യിലല്ലേ. ഇന്ന് ലോകത്തെ ഏറ്റവും വലിയ പണത്തിന്റെ സോഴ്സ് മുസ്ലിമീങ്ങളുടെ കയ്യിലാണ്. അപ്പൊ നമ്മൾ വിചാരിക്കും നമ്മൾ ഭയങ്കര ഉഷാറില്ലല്ലേ. അല്ല, അത്ര അളവിൽ നമ്മൾ ആരും നകർന്നു പോകും. ഞാൻ നീട്ടുന്നില്ല. ഖുർആൻ എന്തുകൊണ്ട് ഇത്രയേറെ ഇലാഹിയായ കാര്യങ്ങളെ ചർച്ച ചെയ്തു എന്നാൽ അവിടെയാണ് യഥാർത്ഥ മനുഷ്യന്റെ സ്പിരിച്വൽ ലൈഫ്, അവിടെയാണ് ശുദ്ധമായ ലൈഫ്, അവിടെ മനുഷ്യന്റെ ജീവിതം. ഖുർആൻ അതേ ചർച്ച ചെയ്തുള്ളൂ. സാമൂഹിക ക്രമങ്ങളിൽ മനുഷ്യന് അബദ്ധം സംഭവിച്ചാലും ചിലപ്പോൾ അബദ്ധം സംഭവിച്ചേക്കാം, അതിനൊക്കെ പരിഹാരമുണ്ട്. ഇലാഹിയായ ചിന്ത മനുഷ്യരുണ്ടെങ്കിൽ ഒരു സമൂഹം വളരെ നല്ലത് ചെയ്തു, പക്ഷെ അവർക്ക് ഇലാഹിയായ ഒരു ബന്ധവും ഇല്ലെങ്കിൽ ഏത് സമയത്തും അവർ നശിക്കാനും നഷ്ടപ്പെടാനും സാധ്യതയുണ്ട്. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ.
വളരെ നമ്മൾ ചിന്തിക്കണം. നീ നിന്റെ ഭാര്യയെ നിന്റെ വീട്ടിലാക്കിയിട്ട് ഗൾഫ് പോയി, 2 കൊല്ലത്തിൽ ലീവിന് പോയി, ഗൾഫിൽ പോയി ജോലിക്ക്. 2 കൊല്ലം കഴിഞ്ഞു, കഫീൽ അടിച്ചെന്നില്ല. കഫീൽ പുതിയൊരു കമ്പനി ഉണ്ടാക്കുന്ന തിരക്കാണ്. അപ്പൊ കഫീൽ ഇപ്പൊ പോകാം എന്ന് പറഞ്ഞിട്ട് പിന്നെ ലീവിന് വിട്ടപ്പോഴത്തേന് 5 കൊല്ലം. അപ്പൊ 5 കൊല്ലം നീയും നിന്റെ ഭാര്യയും തമ്മിൽ കണ്ടിട്ടില്ല. അവൾ അവിടെ, നീ ഗൾഫിൽ. 5 കൊല്ലം കഴിഞ്ഞാലും എന്നെ കൊല്ലം വിഷമം ഉണ്ടാവില്ല, ടെൻഷനും ഇല്ല. അവളെ കാര്യത്തിൽ ടെൻഷൻ ഇല്ല. എന്തുകൊണ്ട്? അവൾക്ക് പഠിച്ചവനെ പേടിയുണ്ട്. അവൾ ജീവൻ പോയാലും അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്തത് ചെയ്യൂല. തിരിച്ച് നീ നിന്റെ ഭാര്യയെ വീട്ടിൽ നിർത്തിയിട്ട് ഭാര്യ എന്തൊരു സാധനം വാങ്ങാൻ വേണ്ടി പോകും. മൂത്താപ്പാന്റെ മകൻ പൊരിയിൽ വന്ന നേരത്ത് ഭാര്യ പറഞ്ഞു, പഠിച്ചവനെ ചായപ്പൊടി വരില്ലല്ലോ, നിങ്ങൾ അവിടെ പോയി ചായപ്പൊടി കിട്ടി. അങ്ങനെ ഭാര്യക്കാരനായ മൂത്താപ്പാന്റെ മകൻ വീട്ടിൽ വന്ന നേരത്ത് ഈ ഭാര്യ പറഞ്ഞു, ചായപ്പൊടി ഇല്ലല്ലോ. അങ്ങനെ ചായപ്പൊടി വാങ്ങാൻ വേണ്ടി നിങ്ങൾ പോയി. സാധാരണ ചായപ്പൊടി കിട്ടുന്ന സ്റ്റെപ്പ് പിടിച്ച് നോക്കുമ്പോൾ അവിടെ ചായപ്പൊടി കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ നിങ്ങൾ പിന്നെയും കുറച്ചും കൂടി പോയി, ഇവിടെ ചായപ്പൊടി കിട്ടുന്ന ചോദിച്ചാൽ അപ്പൊ അവിടെ കിട്ടിയില്ല, അപ്പുറത്ത് പോയി. ചുരുക്കത്തിൽ ചായപ്പൊടി കയ്യിലായപ്പോഴത്തേന് 1/2 മണിക്കൂർ നേരം കഴിഞ്ഞാൽ ഈ 1/2 മണിക്കൂറിനെ കുറിച്ച് നിങ്ങൾ ആയുസ് മുഴുവൻ നിങ്ങൾക്ക് ടെൻഷൻ ഉണ്ടാവും. ഒക്കെ പഠിച്ചോനെ പേടില്ലെങ്കിൽ, ഓനും പഠിച്ചോനെ പേടില്ലെങ്കിൽ. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ, അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ, അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. കാര്യങ്ങളെ കേവലം സാമൂഹിക നിയമങ്ങളാക്കി മാറ്റിയാൽ ഒരിക്കലും വ്യവസ്ഥിതി കൃത്യമാക്കി കൊണ്ടുപോകാൻ കഴിയില്ല. അതിന്റെ അടിസ്ഥാന സ്രോത സംശയം. അതുകൊണ്ടാണ് ഖുർആൻ ഈ 6000 ചില്ലാനം വചനങ്ങളിലും ആരെ പറ്റി പറഞ്ഞത്? അല്ലാഹ്. ഇതുപോലെ മനുഷ്യനെ മാറ്റിയ ഒരു ഗ്രന്ഥമില്ല. ഇതിന് 1-ാം വചനം മുതൽ അവസാന വചനം വരെ ഇത് അള്ളാഹാണ് പഠിപ്പിക്കുന്നത്. അതിന്റെ ഉള്ളിലാണ് സാമൂഹിക ക്രമം പഠിപ്പിക്കുന്നത്. ഞാനതാ പറയുന്നത്. നിങ്ങളിപ്പോ ഈ ഒരൊറ്റ ആയത്തെ എടുക്കുക, ലാ ഇലാഹ ഇല്ലഹു. ആരെ പറ്റി പറഞ്ഞു? അല്ലാഹ്. പിന്നെ പറഞ്ഞു യുഹ്യീ, അതാരെ പറ്റിയ? പിന്നെ പറഞ്ഞു യുമീതു, അതാരെ പറ്റിയ? അല്ലാഹ്. റബ്ബുക്കും, അതുമാരെ പറ്റിയ? പിന്നെ പറഞ്ഞു റബ്ബു ആബായിക്കും, അതുമാരെ പറ്റിയ? അല്ലാഹ്. അപ്പൊ ആയത്തിൽ എത്ര വട്ടം അള്ളാഹിനെ പറ്റി പറഞ്ഞു? സൊല്ലു ഹംസക്കും എന്ന ആയത്തുണ്ടായിരുന്നെങ്കിൽ ചേകയൂരുണ്ടാവില്ലല്ലോ. വരികൾക്കിടയിലാണ് 5 വഖ്ത് നിസ്കാരം പറഞ്ഞു. പിന്നെ ദൂതനാണ് വിശദീകരിച്ച് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ചില ആളുകൾ ദൂതനെ അംഗീകരിക്കൂല, ഖുർആനെ അംഗീകരിക്കൂ. അപ്പോൾ അവർക്ക് 5 വഖ്ത് നിസ്കാരം ഇല്ല. കാരണം 5 എന്നൊരു വാക്ക് നിസ്കാരത്തിൽ, പ്രത്യക്ഷമായ ഹംസ് എന്നൊരു വാക്ക് ഖുർആൻ പറഞ്ഞിട്ടില്ല. അങ്ങനത്തെ ഖുർആനാണ് ഇവിടെ ഓരോ ആയത്തിലും 3, 4, 5 മട്ട് ആരെ പറ്റി പറയുന്നത്? അല്ലാഹ്. എന്താ പ്രശ്നം? ഖുർആൻ അങ്ങനത്തെ ഒരു ഗ്രന്ഥമാണ്. അതുണ്ടായ വലിയ പേടി പിടിക്കണ്ട, പേടിക്കാനേ വേണ്ട. ഇല്ലെങ്കിലും ഒരാൾക്ക് തന്റെ ഭാര്യ നഷ്ടപ്പെട്ടു. ഇതാ കാരണം. പണ്ഡിതനായ അയാളുടെ സുഹൃത്ത് ഈ പെണ്ണിനെ വിചരിച്ചു. അല്ലാഹു തആല കാത്തിരക്ഷിക്കട്ടെ. അങ്ങനെ ചോദ്യം ചെയ്തു. ചോദ്യം ചെയ്തപ്പോൾ അയാൾ പറഞ്ഞു, ഞാൻ ഒറ്റക്കൊന്നല്ല, വേറെ പണ്ഡിതന്മാരുണ്ട്, എന്നെ പത്രം പിടികൊടുത്ത് അങ്ങനെയുണ്ട്. ഇവൻ പറഞ്ഞാണ് തപ്പനാ പറഞ്ഞു, ജനൽ എന്നോട് പറഞ്ഞു ഇവൻ എന്നെ പൂവാത്തോർമ്മ എന്റെ വീട്ടിൽ നിന്ന് എടുത്ത് തൊണ്ടയാട് ബൈപ്പാസ് കഴിഞ്ഞ ഉടനെ ഇവനോട് പറഞ്ഞതാ. എന്തു പറഞ്ഞു? അവന്റെ ഒരു സുഹൃത്തിന് ഭാര്യ നഷ്ടപ്പെട്ടു. ഭാര്യ നഷ്ടപ്പെട്ടപ്പോൾ കാരണക്കാരനെ പിടിച്ചു. കാരണക്കാരനെ പിടികൂടിയപ്പോൾ കാരണക്കാരൻ വ്യഭിചരിച്ചതാ. അല്ലാഹു തആല കാത്തിരക്ഷിക്കട്ടെ. ചോദ്യം ചെയ്തപ്പോൾ അയാൾ പറഞ്ഞു, ഞാനൊറ്റക്കല്ല, വേറെ പണ്ഡിതന്മാരുണ്ട്, ഇന്ന മാത്രം പിടികൊണ്ടെന്തിനാ? ഇവരൊക്കെ ചെയ്യുന്ന സമൂഹത്തിൽ ചെയ്യുന്ന നന്മകൾ പറഞ്ഞാൽ നമ്മൾ ഇന്ന് വൈകുന്നേരം വരെ ക്ലാസ് എടുക്കേണ്ടി വരും. 3 നന്മകൾ ചെയ്യുന്നവരാ. എന്തെങ്ങനെ സംഭവിച്ച്? സാമൂഹികമായ കൊള്ളയും കൊടുക്കലും ഭംഗിപ്പെടുത്തലും എല്ലാം ഉണ്ട്. എന്തില്ല? അല്ലാഹ് ചിന്തില്ല. ഈ ലോകത്ത് ശിർക്ക് കഴിഞ്ഞാൽ മനുഷ്യന്റെ തിന്മ അയാൾക്ക് അർഹതയില്ലാത്ത ഒരു ശരീരമായി ഉപയോഗിക്കുക. അല്ലാഹു തആല നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. നഊദു ബില്ലാഹ്, നഊദു ബില്ലാഹ്. അല്ലാഹു തആല അത്തരം തിന്മകളെ തൊട്ട് നമ്മെ കാത്തിരക്ഷിക്കട്ടെ. മനസ്സ് തുറന്നാമീൻ പറ. അല്ലാഹ്, അത്തരം തിന്മയെ തൊട്ട് അല്ലാഹ് ഞങ്ങളുടെ ശരീരത്തിന് അങ്ങനത്തെ ഒരു ആവശ്യം ഉണ്ടായിട്ട് റബ്ബേ നീ ഞങ്ങളെ കാത്തിരക്ഷിക്കണമേ റബ്ബേ. റബ്ബിനോട് തേടിക്കോളി, റബ്ബിനോട് തേടി സദാ നേരം. അല്ലാഹ്, ഇത്തരം ഒരു കാര്യത്തിലേക്ക് ഞങ്ങളുടെ മനസ്സ് പോയി പോകരുതേ റബ്ബേ, ഞങ്ങളെ കാത്തിരക്ഷിക്കണമേ റബ്ബേ. എല്ലാ നന്മയും ചെയ്യുക, നിർത്തി ചെയ്യുക. എന്തില്ല? സാമൂഹികമായ കാര്യങ്ങളൊക്കെ ഉഷാറാ. എന്തില്ല? അള്ളാഹു ചിന്തല്ലേ. ഇന്ന് ഒരാൾക്ക് ഒരു സാമൂഹിക നന്മയും ചെയ്യുന്നില്ല, പക്ഷെ എന്തുണ്ട്? അള്ളാഹ് ബോർഡുണ്ടെങ്കിൽ അയാൾ ഏൽപ്പിച്ച ഇടപാട് കൃത്യമായിരിക്കും. അതുകൊണ്ടാണ് ഖുർആൻ ഓരോ ആയത്തിനും 3, 4 വട്ടം എന്ത് പഠിപ്പിച്ചത്? അല്ലാഹ്. എന്താണ് മനസ്സിലാക്കേണ്ടത്? ആ ഉള്ള കയറി എല്ലാം ശരി, ആ ഉള്ള കയറിയില്ല. ഞാൻ 10,000 ആൾക്ക് ദർസ് നടത്തി, 10,000 ആൾക്ക് ഞാൻ ദർസ് നടത്തുമ്പോ ആരിമില്ല എല്ലാമേ. പക്ഷേ
അള്ളാഹിനെ പറ്റി ബോധമില്ല എങ്കിൽ നിങ്ങൾ കുട്ടികളെ അവിടെ ദർസിൽ വരെ ചേർക്കാൻ പറ്റില്ല. ഹോമോസെക്ഷാലിറ്റിക്ക് ആയത്തോതുന്ന ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ആണും പെണ്ണും സമ്മതിച്ചിട്ടാണ് എങ്കിൽ അത് വ്യഭിചാരമാകൂല എന്ന് വാദിക്കുന്ന ഒരു പണ്ഡിതനെയും ഞാൻ കണ്ടിട്ടുണ്ട്. ദുബായിലെ ഒരു പള്ളിയുടെ മുന്നിൽ നിൽക്കുമ്പോൾ ഒരാളിനോട് സംസാരിച്ച് ഞാൻ ബേജാറായി പോയി. അയാളുടെ വാദം അയാൾക്ക് ഖുർആനെ പറ്റി കുറച്ച് വിവരമൊക്കെ ഉണ്ട്, അയത്തൊക്കെ ഓടങ്ങയുണ്ട്. അയാൾ പറയാണ് എന്ത് ആണും പെണ്ണും ഇഷ്ടപ്പെട്ടാണെങ്കിൽ അതെന്തല്ല, വ്യഭിചാരമല്ല, ബലാത്സംഗം മാത്രമാണ് വ്യഭിചാരം. ഖുർആനിലും ഹദീസിലും നോക്കിയാൽ ബലാത്സംഗം അല്ലാത്ത വ്യഭിചാരമാണെന്ന് പറയാൻ ന്യായമില്ല. ബലാത്സംഗം മാത്രമേ ഖുർആൻ പ്രകാരം വ്യഭിചാരമാകൂ, അതിന് മാത്രമേ ശിക്ഷയുള്ളൂ. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അള്ളാഹു നമ്മെ ഇതിനെ കുറിച്ച് ഞാൻ ഒരു കാര്യം അറിയുന്ന കുറച്ച് നെറ്റിലൊക്കെ പണിയെടുക്കുന്ന ഒരാളോട്, ഒരു പണ്ഡിതനോട് ഇതിനെ സംസാരിച്ചപ്പോൾ പറഞ്ഞു ഇങ്ങനത്തെ വിഭാഗം തന്നെയുണ്ട്. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അപ്പൊ അവർക്ക് ആയത്തും ഹദീസും അറിയും. ആരറിയില്ല? അള്ളാഹു അറിയില്ല. അതേ പ്രശ്നം. ഞാൻ അങ്ങനത്തെ ആളുകളൊക്കെ ഇപ്പൊ നമ്മളൊരു പുതിയ വായന, ഒരു സാമൂഹിക ക്രമം എന്ന നിലയിൽ ഇസ്ലാമിനെ വായിക്കണം. അത് വലിയ അപകടം ചെയ്യും. ഒരു സാമൂഹിക ക്രമമായിട്ടല്ല ഇസ്ലാമിനെ വായിക്കേണ്ടത്. ഇസ്ലാം അള്ളാഹുവിന്റെ സന്ദേശമാണ്. നമുക്ക് അതിന്റെ ഉള്ളറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും അതുള്ള നമുക്ക് അറിയൂല. ഇസ്ലാം നമ്മുടെ ബുദ്ധിക്കനുസരിച്ചാണ് കൈകാര്യം ചെയ്യേണ്ടതെങ്കിൽ ഹുഫയുടെ മുകൾ ഭാഗത്ത് തടയുന്നതിനേക്കാൾ നല്ലത് അടിഭാഗത്ത് തടയലാണെന്ന് സയ്യിദുനാ അലി ഇബ്നു അബി ത്വാലിബ്. ഹുഫ തടവേണ്ടത് അടിയിലല്ല, മേലെയാ. ഹുഫട്ട് നിസ്കരിക്കലോ ഒന്നുകൊടുക്കലോ, അതായത് ഹുഫട്ടാ സോക്സ് അല്ല. എന്ത് ഹുഫക്ക് കുറെ നിയമങ്ങളുണ്ട്. ആ നിയമങ്ങൾ പാലിച്ച ഹുഫയാണെങ്കിൽ ഹുഫ തടഞ്ഞാൽ മതി. കൈ കഴുകി തല തടഞ്ഞ് പിന്നെ ചെവി തടഞ്ഞ് പിന്നെ എന്ത് തടഞ്ഞാൽ മതി? ഹുഫന് മേൽ തടഞ്ഞാൽ മതി. പക്ഷെ മേലെയാ തടയേണ്ടത്, എവിടെയല്ല, അടിയിലല്ല. എന്നാ നമ്മളെ ബുദ്ധി നോക്കുകയാണെങ്കിൽ തടയേണ്ടത് എവിടെ? ആ മുകളിൽ ഒരു കേടുമില്ല, നല്ല ക്ലീനാ മുകളിൽ, പക്ഷെ തടയേണ്ടത് മുകളിലാണ്. എവിടെയല്ല, അടിയിലല്ല. പൊടി പിടിച്ച അടിയില്ല, അവിടെ തടയേണ്ടതില്ല. പൊടിയില്ലാത്ത മേലെയാണ്. എങ്ങനെയുണ്ട്? എന്താ അതിന്റെ കാരണം നമുക്കറിയില്ല. ധാര സന്ദേശമാണ്. ഇന്നഹു ലഖൗലു റസൂലിൻ കരീം. അല്ലാഹു കൊടുത്തയച്ചതാണ്. ഇതിന്റെ കാര്യം നമ്മൾ അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും ഇസ്ലാമിനെ ഒരു സാമൂഹിക ക്രമമായിട്ടല്ല മനസ്സിലാക്കേണ്ടത്. ഇസ്ലാം അല്ലാഹുവിന്റെ സന്ദേശം. അത് നമ്മളെ ബുദ്ധിക്ക് യോജിച്ചാലും യോജിച്ചില്ലെങ്കിലും അത് ഇലാഹിന്റെ സന്ദേശങ്ങളാണ്. അത് സ്വീകരിച്ചും വിജയിക്കും, അല്ലാത്ത പരാജയപ്പെടും. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അതുകൊണ്ട് ഇത്തരം കാര്യത്തിൽ എല്ലാം ചതിയ വളരെ ചിന്തിക്കണം. ഇത്തരം കാര്യങ്ങളൊന്നും പ്രചരിപ്പിക്കരുത്. പ്രാണിക് ഹീലിംഗ് പോലെയുള്ളത് ചൈന, ജപ്പാൻ പോലെയുള്ള നാടുകളിൽ നിന്ന് വന്നതാണ്. ചൈനയുടെയും ജപ്പാനിന്റെയും ഒക്കെ കാര്യം വളരെ അപകടകരമാണ്. വളരെ അപകടകരമായ രാജ്യങ്ങളാണ് ചൈനയും ജപ്പാനും. ചൈനയിൽ നിന്നും ജപ്പാനിൽ നിന്നും ഒക്കെ വരുന്ന സാധനങ്ങളെ 100 തവണ ആലോചിച്ചിട്ടേ ഉപയോഗിക്കാൻ പാടുള്ളൂ. എന്തുകൊണ്ട്? അതിൽ ഇലാഹിയായ ചിന്തയേക്കാൾ കൂടുതൽ പൈശാചിക ചിന്തയായിരിക്കും ഉണ്ടായിട്ടുണ്ടാവും. ഈ അടുത്ത കാലത്ത് ചൈനക്കാർ വാദിച്ച ഒരു കാര്യമാണ് എന്ത്? കോഴിമുട്ട മൂത്രത്തിൽ പുഴുങ്ങുക, മൂത്രം തിളപ്പിക്കുക, എന്നിട്ട് അതിൽ കോഴിമുട്ട പുഴുങ്ങിയാൽ ആരോഗ്യദായകമാണ്, ആന്തരിക അവയവങ്ങൾക്കൊക്കെ ആരോഗ്യം ഉണ്ടാവും ആ മുട്ട കഴിച്ചാൽ. എങ്ങനെയുണ്ട്? ഇത് പ്രത്യക്ഷത്തിൽ ഉണ്ടായേക്കാം, ഇതൊരു പ്രത്യക്ഷത്തിൽ ഉണ്ടാവും ചെയ്തേക്കാം. പക്ഷെ അത് ആരുടെ ഇൻഫ്ലുവൻസ് ആണ്? പിശാചിന്റെ. മനുഷ്യന്റെ ചോര കുടിക്കുന്ന ആളുകൾക്ക് ലൈംഗിക ശക്തി വർദ്ധിക്കും എന്ന് വിശ്വസിക്കുന്ന ആളുകൾ ഇന്ന് ലോകത്തുണ്ട്. അതിന് പുസ്തകങ്ങളുണ്ട്. മനുഷ്യന്റെ മാംസം കഴിക്കുന്ന ആളുകൾക്ക് ഭയങ്കര കരുത്തുണ്ടാവും എന്ന് വിശ്വസിക്കുന്നവർ ഈ വിഷയത്തിൽ അനവധി പുസ്തകങ്ങളുണ്ട്. ഈ വിഷയത്തിൽ ആയിരക്കണക്കായ പ്രിപ്പറേഷൻ കുക്കിങ്ങിൽ പുസ്തകങ്ങളുണ്ട്. അത് കഴിച്ചാൽ ഭയങ്കര കരുത്തുണ്ടാവും, മനുഷ്യന് ഉണ്ടാവും ചെയ്തേക്കാം. പക്ഷെ ഇതിന് ആരുടെ ഇൻഫ്ലുവൻസാ? വിഷയമില്ല. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അള്ളാഹു നമ്മെ കാത്തിരക്ഷിക്കട്ടെ. അള്ളാഹു അത്തരം അവസ്ഥയെ തൊട്ട് നമ്മെ കാത്തിരക്ഷിക്കട്ടെ. റബ്ബിനോട് ദുആ ചെയ്തു. അപ്പൊ ഒരു കാര്യം കിട്ടലല്ല, ഈ കാര്യം എവിടെ നിന്ന് കിട്ടി? ഞാൻ പ്രാണിക് ഹീലിങ്ങിനെ പറ്റി പറഞ്ഞാൽ ഞാൻ പറഞ്ഞത്, ഒരാളെ കൈ തൊട്ടാൽ ഇത് ഒരു പക്ഷേ ഇങ്ങനെ തൊടലുകൊണ്ട് മൊഹീദ്ദീൻ ശിഖ് റളിയല്ലാഹു അൻഹു തൊട്ടപ്പോൾ ഇതിന് രോഗം മാറും. ഇത് ചൈനയിൽ നിന്ന് വന്നാൽ ഇന്നലത്തെ തൊട്ടപ്പോഴും രോഗം മാറി. പ്രത്യക്ഷത്തിൽ രണ്ടും കാര്യകാരണങ്ങളില്ല. പക്ഷെ എവിടെ ഒന്ന് ഇലാഹി കാരണവും ഒന്ന് പൈശാചിക കാരണവും. അതുകൊണ്ട് കാര്യം നടക്കലിനല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അതിന്റെ പിന്നിലുള്ള സ്രോതസ് എന്ത് എന്ന് പഠിക്കാതെ കാര്യകാരണങ്ങളെ മനസ്സിലാക്കാതെ ആധുനിക ചതികൾക്ക് നിന്നു കൊടുക്കാൻ പാടില്ല. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. വളരെ ചിന്തിക്കണം, ഇതൊക്കെ പുതിയ പ്രശ്നങ്ങളാണ്. കാത്തിരക്ഷിക്കട്ടെ. അള്ളാഹു അപകടത്തിൽ പോയി ചാടുന്നതിനെ തൊട്ട് വളരെ ശരി. പിശാചി എന്ന സാധനം കയറി കൂടിയാൽ പിന്നെ പോകൂല. ഭയങ്കര പ്രശ്നം. പിശാച് കയറി കൂടിയാൽ പിന്നെ പോകുക എന്നുള്ളത് ഭയങ്കര പ്രയാസം. എന്തുകൊണ്ട്? പിശാച് അത് വളരും.
നിന്റെ ചോരയിലേക്ക് കാല് പൂഴ്ത്തലാണ് അവന്റെ വളർച്ച. ഭക്ഷണവും വെള്ളവും പോഷകാഹാരവും കിട്ടലാണ് മനുഷ്യ നിന്റെ വളർച്ചയെങ്കിൽ നിന്റെ ശരീരത്തിൽ ചോരയിലൂടെ അങ്ങോട്ട് ഇറങ്ങാൻ ഓരോ കഥവും ഇറക്കലാണ് അവന്റെ വളർച്ച. അവൻ നേരെ നാസിയത്തിൽ കയറും, പിന്നെ അവിടുന്ന് ഇങ്ങനെ കാലിറക്കും. എന്തിലൂടെ? സിരകളിലൂടെ. ഇന്ന ശൈത്വാന യജ്രി മിൻ ബനി ആദമ മജ്റദ്ദമി. രക്തം പോകുന്നിടത്ത് മുഴുവൻ അവന്റെ കാലട് പോകും. ഉദാഹരണം, ഒരു കുട്ടി മഗ്‌രിബിന് ശേഷം കുട്ടിക്ക് ഒരു കരച്ചിലുണ്ടായാൽ എങ്ങനെ എന്റെ കുട്ടി കരഞ്ഞു? അപ്പൊ മറ്റോള് പറഞ്ഞു ഓൾ ആ കുട്ടിയെ പുറത്തെടുത്ത് കൊണ്ടുകൊണ്ടാണ് ചോറ് കൊടുത്തത്. എന്നാൽ ഒരു 3 ദിവസമെങ്കിലും വന്നിരിക്കണം, ഇല്ലെങ്കിൽ അപ്പൊ ഒന്നും ഉണ്ടാവില്ല. ഈ പോക്കിൽ ആര് കയറും? ഹബീബായ റസൂൽ പറഞ്ഞിട്ടുണ്ടല്ലോ, ഇശാ മഗ്‌രിബിന്റെ ഇടയിൽ നിങ്ങൾ കൂട്ടത്തിൽ ഒതുങ്ങി നിൽക്കണം, പുറത്തിറങ്ങി നടക്കരുത്. മഗ്‌രിബായി കഴിഞ്ഞാൽ നിങ്ങൾ കുട്ടികളെ ഒതുക്കി നിർത്തണം. നിങ്ങൾ ഉള്ളിന്റെ ഉള്ളിൽ ആടുമാടിനെ കെട്ടിയെടുക്കണം. എന്തുകൊണ്ട്? ആ നേരത്ത് പിശാചിന്റെ വിളയാട്ടം നടക്കും. ചില നമ്മളെ കുട്ടിക്കാലത്തൊക്കെ നടക്കും, ഇഷ്ടംപോലെ വലിയമാര് പറഞ്ഞിരുന്നു അല്ലേ? പറഞ്ഞിട്ടില്ലേ? അതാണ് വളരും. അത് വളർന്ന് പിന്നെ വലിയ വളർച്ചയും 10 കൊല്ലം 15 കൊല്ലം അടങ്ങി കിടക്കും. പിന്നെ പ്രശ്നം ഉണ്ടാവും. ഇത് ആൺപിശാചായിരിക്കും. പിന്നെ പ്രശ്നം ഉണ്ടാക്കുക പെണ്ണ് കല്യാണം കഴിച്ചാൽ പിറ്റേന്നാണ് ഭർത്താവിനെ കൂടെ ജീവിക്കാൻ വയ്യ. എന്തുണ്ടായത്? ഒന്നും ഉണ്ടായിട്ടില്ല, ഒന്നും ഓർമ്മയില്ല. 15-18 കൊല്ലം മുമ്പ് ഉമ്മ ഒക്കെ തെച്ച ഇതാണ് അവൻ വളർന്നത്. ആൺപിശാചുമുണ്ട്, പെൺപിശാചുമുണ്ട്. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അതൊക്കെ അപ്പപ്പോൾ പരിഹാരം ഉണ്ടാക്കണം. ഖുർആനിന് പേടിയാണ്. അതിന് അപ്പപ്പോൾ പരിഹാരം ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ അത് വളരും. ഇന്ന ശൈത്വാന യജ്രി മിൻ ഇബ്നി ആദമ മജ്റദ്ദമി. അങ്ങനെ പോകും. രാത്രി ഉറങ്ങുമ്പോൾ സ്വപ്നം കാട്ടിത്തരും ഔലിയാക്കന്മാര്. നമ്മൾ വിചാരിക്കും ഔലിയാക്കന്മാർ സ്വപ്നം കാട്ടിത്തരും നല്ലതാണ്. അല്ല, ശൈത്താൻ ചെയ്യും. കോഴിക്കോട് ജില്ലയിൽ ഒരു സ്ത്രീ സ്ഥിരമായി ഒരു വലിയനെ സ്വപ്നം, സ്ഥിരമായി ഒരു വലിയ, നമ്മുടെ ക്ലാസ്സിൽ പങ്കെടുക്കുന്ന സ്ത്രീ സ്ഥിരമായി ഒരു വലിയനെ സ്വപ്നം കാണും. പക്ഷെ ഈ വലിയ സ്വപ്നം കാണുന്നത് എങ്ങനെയെന്നാൽ, ഈ വലിയ സ്വപ്നം കാണുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്നാൽ, പുറത്ത് പറയാൻ പറ്റാത്ത വിധത്തിലുള്ള ചില തൊടല് പിടിക്കലൊക്കെയാണ് വലിയ വിള ചെയ്യുന്നത്. കുറെ കാലം കഴിഞ്ഞപ്പോൾ ഒരു ദിവസം തൃപ്പഞ്ചി മുഹമ്മദ് മുസ്ലിയാരെ കാണാൻ പോയി. അല്ലാഹു തആല തേച്ച് കൊടുക്കണം. മറ്റേ വലിയ മരിച്ചുപോയ മഹാനാണ്, ഇത് ജീവിച്ചിരിക്കുന്ന ആളാണ്. നാളെ തൃപ്പഞ്ചി സാറോട് പോയി പറഞ്ഞു, ഇങ്ങനെ ആള് എൻ്റെ അടുത്ത് വരലുണ്ട്, ഇങ്ങനെയൊക്കെ ഇങ്ങനെ കാണലുണ്ട്. അപ്പോ രൂക്ഷമായി ഒന്നിങ്ങനെ നോക്കി. ഈ പെണ്ണിങ്ങനെ ഒന്നൊരു ചൂളി വിറച്ച് എന്നോട് കുഞ്ഞോട് പോലെ തോന്നി. പിന്നെ ആ വലിയ എന്നേരം സ്വപ്നം കണ്ടില്ല, ഇനി ഉണ്ടാവില്ല കേട്ടോ. അപ്പൊ ഉള്ളിൽ ആര് കയറിയതാ? ശൈത്താൻ. അതുകൊണ്ടാണ് എന്ത് പറഞ്ഞത്? മൻ റആനി ഫിൽ മനാമി ഫഖദ് റആനി ഫഇന്ന ശൈത്വാന ലാ യതമസ്സലു ബി. ഒരാൾ എന്നെ സ്വപ്നം കണ്ടാൽ എന്നെ തന്നെയാണ് കണ്ടത്. ഇന്ന ശൈത്വാന ലാ യതമസ്സലു ബി. എന്റെ രൂപത്തിൽ രൂപപ്പെടാൻ പിശാചിന് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? വേറെ പല രൂപത്തിൽ ആര് രൂപപ്പെടാം? പിശാചി രൂപപ്പെടാം. എന്റേതാണ്. അള്ളാഹുവിന്റെ അടുത്തേക്ക് പിശാചി എന്നിട്ടുണ്ടെങ്കിൽ അത് പിശാചിന്റെ കോലത്തിലാവില്ലല്ലോ. എങ്ങനെ എന്നിട്ടുണ്ടാവും? പാപ്പന്റെ ആരടുത്ത് ചെല്ലുന്നത്? ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങളുടെ അടുത്തേക്ക് ചെല്ലുക. ഏതാ കോലം? അത്രയും വലിയ ഷെയ്ഖുൽ മശായിഖായി ചെല്ലും. അപ്പൊ ഏത് കോലത്തിൽ രൂപപ്പെടാൻ ആർക്ക് കഴിയും? അതിലൊന്നും വഞ്ചിതരാകണ്ട, വഞ്ചിതരാവണ്ട. അടിസ്ഥാനം അള്ളാഹുവിന്റെ ദീനാണ്. വമാ അതാകുമുർ റസൂലു ഫഖുദൂ വമാ നഹാകും അൻഹു ഫന്തഹൂ. അല്ലാഹു തആല തിന്മകളെ തൊട്ട് നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. മുത്തഖീങ്ങളിൽ അല്ലാഹു തആല നമ്മെ ഉൾപ്പെടുത്തട്ടെ.